ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീകൃഷ്ണ പരമാത്മനേ നമ. എല്ലാ ഭക്തമക്കൾക്കും എൻ്റെ വിനിതമായ പ്രണാമം. മക്കളെ, നമുക്ക് ഭജന ചൊല്ലാം. ആദ്യമേ ഗണപതി ഭഗവാനെ കൊണ്ട് തന്നെ ഞാൻ എഴുതിയ നാമങ്ങൾ തന്നെ ചൊല്ലാം. അതായത് ആദ്യ പൂജിതനും അതെല്ലാവരും ആദ്യമേ വന്ദിക്കുന്ന എന്ത് മംഗളകർമ്മങ്ങൾക്കും ഗണപതി ഭഗവാനെയാണ് നമ്മൾ ആദ്യമേ വന്ദിക്കുക. കാരണം സർവ്വ വിഘ്നങ്ങളും പരമാത്മാവായ ഭഗവാൻ, ഈ ഗണപതി ഭഗവാൻ ദോഷങ്ങളെല്ലാം മാറ്റി തീർക്കും. തടസ്സങ്ങളെ നമുക്ക് ഒരു എന്തെങ്കിലും ഒരു കർമ്മങ്ങൾ ചെയ്യുമ്പോൾ എന്തെങ്കിലും തടസ്സങ്ങളുണ്ടെങ്കിൽ ഗണപതി ഭഗവാനെ പ്രാർത്ഥിച്ചാൽ വിഘ്നങ്ങളെല്ലാം മാറ്റി കിട്ടുമെന്നാണ് പറയുന്നത്. അതുകൊണ്ട് മുന്നേ പ്രാർത്ഥിക്കണം, ആദ്യം തന്നെ കൊടുക്കണം ഇരിപ്പിടം. അത് നമ്മൾ മുമ്പേ പ്രാർത്ഥിക്കണം. അതുകൊണ്ട് നമുക്ക് അത് തന്നെ ചൊല്ലാം. ഞാൻ എഴുതിയ നാമം തന്നെ എന്നും ചൊല്ലുമ്പോൾ ഒരു പാട്ടേ കാണൂ. അത് നമുക്ക് എന്തായാലും നമുക്ക് ചൊല്ലണ്ടായോ, വല്ലപ്പോഴെങ്കിലും നാമം ചൊല്ലണ്ടേ. ഗണേശ്വര മഹാപ്രഭോ ആദിദേവ വന്ദിത ദയാപരാ കൃപാകര ഭജാമ്യഹം നമാമ്യഹം. ഗണേശ്വര മഹാപ്രഭു, പ്രഭുവാണ്. എന്താ പറയാ, എന്നിട്ട് ദയാപര കൃപാകര. അന്ന് ഭഗവാൻ ദയോടുകൂടിയാണ്. എന്ത് വിഘ്നങ്ങൾ നമ്മൾ പ്രാർത്ഥിച്ചാൽ ഭഗവാനേ ഇന്നതുപോലെ വരണേ, ഒരു ദുഃഖവും വരുത്തല്ലേ, ഒരു തടസ്സങ്ങളും ഉണ്ടാകല്ലേ, വിഘ്നങ്ങളെല്ലാം മാറ്റിത്തരണമേ എന്ന് പറയുമ്പോൾ ആ കൃപയോടുകൂടി, ആ ദയോടുകൂടി നമുക്ക് അങ്ങനെ അത് നമ്മൾ സങ്കല്പിച്ച് അതുപോലെ ഭഗവാനിലേക്ക് നമ്മുടെ ഉള്ളത്തിൽ ഇഴിഞ്ഞിറങ്ങി പ്രാർത്ഥിച്ചാൽ എന്ത് പ്രാർത്ഥനയാണ് ഭഗവാൻ കേൾക്കാത്തത്. ഗണേശ്വര മഹാപ്രഭോ ആദിദേവ വന്ദിത ദയാപരാ കൃപാകര ഭജാമ്യഹം നമാമ്യഹം. അഹം ഞാൻ ഭജിക്കുന്നു, ഞാൻ നമിക്കുന്നു ഭഗവാനെ. സകല വിഘ്നനാശന ആദിപൂജ്യ വന്ദിത പരമ പുണ്യ പാവന ഭജാമ്യഹം നമാമ്യഹം. സകല വിഘ്നനാശന ആദിപൂജ്യ വന്ദിത പരമ പുണ്യ പാവന ഭജാമ്യഹം നമാമ്യഹം. ഗണേശ്വര മഹാപ്രഭോ ആദിദേവ വന്ദിത ദയാപര കൃപാകര ഭജാമ്യഹം നമാമ്യഹം. ഗജാനന ഭക്തേശ്വര. ഗജ ആനനം, ഗജം ആന, ആനയുടെ മുഖത്തോടു കൂടിയവൻ, ആനന മുഖം. അപ്പോൾ ഭഗവാൻ ഗണപതി എന്താ, ഗജാനൻ കരിവരൻ എന്നൊക്കെ എന്താ, ആനയുടെ ഒരു പര്യായം. ആ ഭഗവാന്റെ മുഖത്തിന് തുമ്പിക്കൈക്ക് ഉള്ളതുകൊണ്ടാണ് അങ്ങനെ പ്രാർത്ഥിക്കുന്നത്. ഗജാനനൻ, ആനയുടെ മുഖത്തോടു കൂടിയ ഭഗവാനെ. ഗജാനന ഭക്തേശ്വര മംഗളപ്രദായക സർവപാപനാശന ഭജാമ്യഹം നമാമ്യഹം. ഗജാനന ഭക്തേശ്വര മംഗളപ്രദായക സർവപാപനാശന ഭജാമ്യഹം നമാമ്യഹം. ഗണേശ്വര മഹാപ്രഭോ ആദിദേവ വന്ദിത ദയാപര കൃപാകര ഭജാമ്യഹം നമാമ്യഹം. ദുഃഖ ദുരിതനാശന പരമഭക്തരക്ഷക പാലയാ കൃപാകര ഭജാമ്യഹം നമാമ്യഹം. ദുഃഖ ദുരിതനാശന പരമഭക്തരക്ഷക പാലയാ കൃപാകര ഭജാമ്യഹം നമാമ്യഹം. എന്താ, സർവ്വ ദുഃഖങ്ങളും നശിപ്പിക്കുന്ന, നമുക്ക് എന്ത് ദുഃഖമോ ദുരിതമോ ഉണ്ടെങ്കിൽ ഭഗവാനോട് പറയുക, അപേക്ഷിക്കുക. ഭഗവാനെ ദുഃഖങ്ങളെ നശിപ്പിക്കണമേ, ദുരിതങ്ങളെ മാറ്റണമേ, പാലയ രക്ഷിക്കണമേ, ഭജാമ്യഹം നമാമ്യഹം. ദുഃഖ ദുരിതനാശന പരമഭക്തരക്ഷക പാലയാ കൃപാകര ഭജാമ്യഹം നമാമ്യഹം. ഗണേശ്വര മഹാപ്രഭോ ആദിദേവ വന്ദിത ദയാപരാ കൃപാകര ഭജാമ്യഹം നമാമ്യഹം. നമുക്കിനി ദേവിയെ പറ്റി ചൊല്ലണം.
നമുക്ക് ജീവശക്തി, നമ്മളിലുള്ള ജീവശക്തി ഉണർത്തുക. ജീവശക്തി എന്ന് പറഞ്ഞാൽ സാധാരണ എല്ലാവരും കുണ്ടലിനി ശക്തി എന്ന് പറയും. നമ്മളെ ജീവൻ ആ അമ്മയാണ്, പരാശക്തിയാണ്. അപ്പോൾ അതിനെ ഉണർത്തുക എന്ന് നമ്മൾ എങ്ങനെ ഉണർത്താൻ പറ്റും? ഭക്തിപരമായി പ്രാർത്ഥിച്ച് 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 അകമഴിഞ്ഞ പ്രാർത്ഥന ആ ഒരു ഗ്രന്ഥി, അതായിരിക്കും ജീവശക്തി എന്ന് പറയുക. അത് ഉണർന്ന് എവിടെ ചെല്ലും? പിതാവായ ദൈവത്തിൻ്റെ ആ അമ്മയുടെ ഭർത്താവാണ് പരമേശ്വരൻ ശിവ. അവിടേക്ക് ലയിച്ച് ചെല്ലുമ്പോഴാണ് നമുക്ക് ആനന്ദം അനുഭവിക്കുന്നത്. അപ്പോൾ നമുക്ക് അത് ഈ അമ്മ എന്താ? മൂലപ്രകൃതിയാണ്. പിന്നെ പ്രകൃതി പുരുഷ, പ്രകൃതി എന്താ? സ്ത്രീ. ഈ പ്രകൃതി നമ്മളെല്ലാം സ്ത്രീകൾ, ഇതെല്ലാം പ്രകൃതിയാണ്, മഹാമായ. അത് രണ്ട് രീതിയാണ്. ഒന്ന് പ്രകൃതി മഹാമായയും അതിൽ ജീവശക്തിയായിരിക്കുന്ന എല്ലാ ജീവനിലും, നമ്മളെല്ലാം ഓരോ ജീവനിലും കുടികൊള്ളുന്ന അമ്മ ശക്തി സ്വരൂപിണി. ആ ശക്തി ഇല്ലെങ്കിൽ നമ്മൾ എന്താ പറ്റുക? നമ്മൾ പിന്നെ ജഡമാണ്. അപ്പോൾ ആ അമ്മയാണ് നമുക്ക് ജീവൻ തരുന്നത്, ആ ശക്തി സ്വരൂപിണിയാണ്. ആ ശക്തി സ്വരൂപിണിയെ നമുക്ക് മൂലപ്രകൃതി, അതായത് പ്രകൃതി പുരുഷ, പുരുഷൻ പിതാവായ ദൈവം, പ്രകൃതി അമ്മ ദേവി. അതാണ് പ്രകൃതി പുരുഷ, രണ്ടുകൂടെ ചേർന്നാണ് പരബ്രഹ്മം. ഈ പരബ്രഹ്മത്തിലാണ് നമ്മുടെ ഉള്ളിൽ അത് ശിവ സഹസ്രാരപത്മത്തിലാണ് ഇരിക്കുന്നത്, മൂലാധാരത്തിലിരിക്കുന്ന ആ അമ്മയായിരുന്ന ജീവശക്തിയെ ഉറങ്ങിക്കിടക്കുക എല്ലാവർക്കും ഉള്ളിൽ. പക്ഷേ ആരും അറിയുന്നില്ല. എന്താ അറിയാത്ത? ഈശ്വരാരാധനയില്ല. അതിനകത്ത് അങ്ങനെ അടങ്ങി ഒതുങ്ങി അവിടെ കിടന്ന് ഉള്ള കാലം അവിടെ കിടക്കുക. നമുക്ക് എന്ത് വേണം? ഭക്തിയോടുകൂടി പ്രാർത്ഥിച്ച് വരുമ്പോൾ അത് ആ ചൈതന്യം നമ്മൾ തന്നെ ഇങ്ങനെ പവർ ചെയ്യും. ആ ശക്തി പ്രവഹിക്കും. അങ്ങനെ അത് മേലോട്ട് ഗമിച്ച് തേടി പിടിച്ച് അവിടെ ചെല്ലും. ആ പിതാവിൽ ചെന്ന് ലയിക്കും, വിലയം പ്രാപിക്കും. അപ്പോഴാണ് നമുക്ക് ഈ ബ്രഹ്മാനന്ദാനുഭവം എന്നൊക്കെ നമ്മൾ പറയുന്നത്. അത് നമ്മൾ തന്നെ ഉണ്ടാക്കിയെടുക്കുന്നത്. ഇത് ഞാൻ എഴുതിയ നാമമാണ്, നമ്മുടെ അനുഭവം. പക്ഷെ എനിക്കങ്ങനെ എഴുതാനൊന്നും അറിയില്ല. നമ്മൾ ഓരോ അനുഭവങ്ങൾ വരുമ്പോൾ അനുഭവത്തിൽ കൂടി, പ്രത്യേകിച്ച് ഒരു ഗുരുവൊന്നുമില്ല. എൻ്റെ അച്ഛൻ്റെ കുട്ടിനാളിലെ ഇതിനകം വെച്ച് കുറച്ചൊക്കെ കാര്യങ്ങളൊക്കെ അന്ന് അറിഞ്ഞുകൂടാ. നമ്മൾ കേട്ടിരിക്കും, എന്താന്ന് പോലും അറിയില്ല. അച്ഛൻ എന്തൊക്കെയോ പറയും, എവിടാ ഈ ചെവികളെ കേട്ട് ഈ ചെവികളൊക്കെ പോകുക എന്നുള്ള പരുവം അങ്ങനെയാണ്. എന്നുവെച്ചാൽ എനിക്ക് പ്രായത്തെ ഒരു ഇതില്ലായിരുന്നു, ഒന്നും പറഞ്ഞത് കേൾക്കാനല്ല. ഇന്ന് എനിക്ക് എന്താ പറയുക, ഇന്ന് ഇതിലോട്ടൊരു വാസന ഉള്ളതുകൊണ്ടാണ്. അല്ലാതെ ഒന്നും എൻ്റെ മനസ്സിൽ അറിയത്തില്ല. അറിയാനുള്ള ഒരു എന്താ പറയുക, കഠിനമായൊരു ഹൃദയമൊന്നുമില്ല. മനസ്സെപ്പോഴും ലോലമാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ. അന്നും എനിക്ക് അച്ഛൻ ഇഷ്ടംപോലെ അടിയും തരും പഠിക്കാത്തതിന്, ജ്യോതിഷമൊക്കെ പഠിക്കാത്തതിന്. അത് എനിക്ക് അങ്ങോട്ട് താല്പര്യമില്ല. അന്ന് എനിക്ക് എന്താ പറയുക, ഞാൻ ഒരു പൊടി കൊച്ചുങ്ങളൊക്കെയായിരുന്നു. 5 വയസ്സുവരെയും പാലും കുടിക്കുമായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു ശീലത്തിലങ്ങ് വളർന്നു. പിന്നെ അമ്മയുടെ 2 മക്കളിൽ ഒരു മോൾ ഒരു മോന്, ഞാൻ ഉള്ളതാണ്ട് അമ്മയുടെ വാലത്തെറ്റിങ്ങനെ നടക്കും. അങ്ങനെയൊക്കെ ആയിരുന്നു. കുഞ്ഞുങ്ങളടക്കം നടന്നു. ഇന്നും അതൊക്കെ തന്നെയാണ്. അതുകൊണ്ട് എല്ലാവരും എന്നെ മൈൻഡ് ചെയ്യത്തില്ല, എൻ്റെ മക്കളും മൈൻഡ് ചെയ്യത്തില്ല, ഭർത്താവും മൈൻഡ് ചെയ്യത്തില്ല. അവളോ ഒരു നികൃഷ്ടം പോലെ എന്നെ കാണുന്നേ. എന്നുവെച്ചാൽ എനിക്ക് യാതൊന്നും എന്നെ ജോലികളൊക്കെ ചെയ്താൽ എന്നോടൊക്കെ 5 പെണ്ണുങ്ങളെ ജോലി ഞാൻ ചെയ്യുന്നത് ഇവിടെ. അതിനൊന്നും എന്നെ മാറ്റിയിട്ടുണ്ട്. പക്ഷേ എല്ലാവരോടും പിണങ്ങാനൊന്നും, എല്ലാം പറഞ്ഞു കൊടുക്കും. പക്ഷേ എല്ലാവർക്കും എന്നെ ഒരു എന്താ പറയുക, എല്ലാവർക്കും എന്താ ഈ മക്കളൊക്കെ വിചാരിക്കും അവർക്ക് വിദ്യാഭ്യാസമൊന്നും ഇല്ലാത്തതല്ലേ. അതാ ഞാൻ പറയുന്നത്, മക്കൾ ഇനി എത്ര ഉയർന്നു പോയാലും അച്ഛനും അമ്മയ്ക്കും വിവരമില്ല. അവരൊക്കെ 8ാം ക്ലാസ്സും കുസ്തിയൊക്കെ അല്ലേ. ഇവരുടെ പാർക്കുന്ന അങ്ങനെ കണ്ട് മക്കളൊക്കെ നമ്മളെ അങ്ങനെ ഒരുമാതിരി. അത് എങ്ങനെ കിട്ടുന്നതാണ്? നമ്മുടെ ഭർത്താവ് നല്ലതായിട്ട് ഒരു ഭാര്യ എന്നുള്ള ബഹുമാനം തന്നില്ലെങ്കിൽ ആ ഭർത്താവിനെ കണ്ടല്ലേ മക്കളും പഠിക്കുന്നത്. അപ്പം നമുക്കൊരു അമ്മ എന്നുള്ള ബഹുമാനമോ ഒരു സ്നേഹമോ ഒക്കെ ഉള്ളിലുണ്ടെങ്കിൽ പുറമേ കാണിക്കാൻ എന്താ ഈ അച്ഛൻ്റെ സ്വഭാവം മക്കൾക്കും കാണുമല്ലോ. അങ്ങനെയുള്ളതേ ഉള്ളൂ. എനിക്കതിനൊന്നും കുഴപ്പമില്ല. അങ്ങനെ അവർക്ക് അങ്ങനെ അറിയത്തുള്ളൂ. അവർ ഈ ലോക ജീവിതത്തിൽ വളരുന്നുണ്ട്, അത് അങ്ങനെയാണ്. ഈ ലോകത്തിലുള്ള എല്ലാവരും. എന്നാലോ എന്തെല്ലാം കാര്യങ്ങളും നമ്മൾ എത്ര വേണ്ടെന്ന് പറഞ്ഞാലും മൊത്തവും കൊണ്ട് മറിച്ച് വയ്ക്കുന്ന സ്നേഹം അങ്ങേയറ്റമാണ്. എന്തും കൊണ്ട് എത്ര വേണേ വാരി കെട്ടിക്കൊണ്ട് തരുകയും പൈസ എല്ലാം ചെയ്യുന്ന മക്കളുമാണ്. അപ്പം നമ്മൾ പിന്നെ ഇങ്ങനെയുള്ള ഒരു ഉൾക്കാഴ്ച അവർക്ക് കിട്ടുന്നില്ല. മാതാപിതാ ഗുരു ദൈവം എന്നുള്ള ചിന്ത അവരുടെ ഉള്ളിൽ വരണമെങ്കിൽ അവന് എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ കഴിഞ്ഞേ ഉള്ളിലുണ്ടെങ്കിലും പുറമേ പ്രകടിപ്പിക്കത്തില്ല. നമ്മളെന്തിനാ ഉള്ളിൽ വെച്ചിട്ട് നമുക്കൊരു സ്നേഹം നമ്മുടെ ഉള്ളിൽ വെച്ചുകൊണ്ടിരിക്കുകയാണ് വേണ്ട. നമ്മൾ സ്നേഹം പ്രകടിപ്പിക്കുക. എനിക്കങ്ങനെ ഒരു ജീവജാലത്തോട് എനിക്ക് ഉള്ളം തുറന്ന് അവരെ സ്നേഹിക്കുക. അതാണ് എൻ്റെ ഒരു നിഷ്കളങ്കമായ സ്നേഹം. അത് നീ നിഷ്കളങ്കത ഇല്ലാത്തതുകൊണ്ടാണെന്ന് തോന്നുന്നു അങ്ങനെ ആകുന്നത്. അവിടെ നമ്മളെ മക്കളെല്ലാവരും നിഷ്കളങ്കമായും എല്ലാവരെയും കയറി സ്നേഹിക്കണ്ട, നമ്മൾ ആലോചിച്ച് വേണം സ്നേഹിക്കാൻ. അല്ലെങ്കിൽ ഇന്നത്തെ ലോകം അപകടത്തിൽപ്പെട്ടതാണല്ലോ. അതുകൊണ്ട് നമുക്ക് ഈ ഒരു നാമം കുണ്ടലിനി ശക്തി എന്ന് പറഞ്ഞാൽ ഇതാണ് നമ്മുടെ ജീവശക്തി. നമ്മളതിനെ പ്രാർത്ഥിച്ച് ധ്യാനിച്ച് വരുമ്പോൾ അത് തനിയെ അതിൻ്റെ കർമ്മം അത് വഹിക്കും. എന്താ? നമ്മൾ തന്നെയാണ്, നമ്മളൊക്കെ ശക്തി സ്വരൂപിണി, ആ പവറാണ്. അതിനെ ആരാധിക്കുമ്പോൾ അത് അങ്ങനെ പറഞ്ഞാലത് എനിക്ക് അറിയാത്തൊരു കാലത്ത്
40 വയസ്സാണോ എത്ര കറക്റ്റ് എനിക്ക് അറിയാൻ വയ്യ. ധ്യാനിക്കുക ഞാനൊന്ന് അച്ഛനൊന്ന് പണ്ട് ധ്യാനിക്കാൻ ഇരുത്തി അനുഗ്രഹം തന്നിട്ടുണ്ട്, കാഴ്ച പ്രകാശങ്ങളെ കണ്ടിട്ടുണ്ട്. പക്ഷേ അതെല്ലാം പിന്നെ പോകെ പോകെ ഇതെല്ലാം മാറിയിട്ട് പിന്നെ ഇവിടെ സ്വന്തമായിട്ട് വീടൊക്കെ ആയി മക്കളൊക്കെ ആയപ്പോഴാണ് പിന്നെ ഈ ഞാൻ അറിയാതെ അങ്ങ് ധ്യാനിക്കുക. പിന്നെ എനിക്കൊരു വെപ്രാളം. അപ്പോഴും എത്ര വയസ്സിലാണെന്ന് എനിക്ക് ഓർമ്മയില്ല, 35-ലാണോ 38-ആണോ എനിക്ക് ഓർമ്മയില്ല. ഞാൻ ധ്യാനിച്ച് പിന്നെ എനിക്കിനി ധ്യാനിക്കണ്ടെന്ന് പറയും. കാരണം എന്താണെന്നറിയാമോ, എനിക്കറിയത്തില്ലായിരുന്നു ഇങ്ങനെ ധ്യാനിച്ചപ്പോൾ എൻ്റെ തലയോട്ടിയെല്ലാം കൂടെ പാറയ്ക്കകത്ത് എന്തോ വലിയ കൂടം വെച്ച് അടിച്ച് പൊട്ടിക്കുന്നത് എങ്ങനെയാണ് എന്ന് കേട്ട് നിങ്ങൾ ഭയക്കണ്ട. ധ്യാനത്തിൽ അങ്ങനെ എന്താണ്ട് ഉണ്ട് കേട്ടോ. അപ്പോൾ എനിക്കിത് അറിയാമോ, ആരെങ്കിലും പറഞ്ഞു തരാനുണ്ടോ? ഭഗവാൻ ഭയങ്കര ധ്യാനമായിരുന്നു, കണ്ണുനീർ ഒഴിപ്പിച്ച ധ്യാനമാണ്. അവസാനം എന്നാ ഇതിങ്ങനെ വന്നെന്ന് എനിക്ക് ഇത് എന്തോ അപകടമാണെന്ന് കരുതി ഞാനത് ഓർത്ത് വെച്ചിട്ടില്ല. ഈ തലയോട്ടി എല്ലാം കൂടെ പൊട്ടി പിളർന്ന് അടിച്ച് പുറത്ത് പൊട്ടി തകർന്ന ഒരു അനുഭവം. ഞാൻ ആ ഭയന്ന് വിറച്ച് എന്തോന്ന് അറിയാൻ പറ്റുന്ന അവസാനം ആ ഭയത്തിൽ എന്നിട്ട് ഞാൻ തപ്പി നോക്കി തല അവിടെ ഉണ്ടോയെന്ന് നോക്കി, തലയൊക്കെ അവിടെ ഉണ്ട്. അപ്പോൾ തലയ്ക്കകത്ത് യാതൊരു കുഴപ്പമില്ല, എവിടായി പൊട്ടിത്തെറിച്ചെന്ന് എനിക്ക് അറിയാൻ വയ്യ. അപ്പോഴെന്താ പിന്നെ അങ്ങ് സന്തോഷവും ആനന്ദമാണ്. ആ ഒരു സംഭവത്തോട് ഞാൻ എനിക്കിനി ധ്യാനിക്കണ്ടെന്ന് എന്നിട്ട് ഞാൻ ധ്യാനിക്കുന്നുണ്ട് പിന്നെ. പക്ഷെ ഞാൻ അന്നേരം ചെയ്യും എനിക്കിനി ധ്യാനിക്കേണ്ട, എന്തോ അപകടം പറ്റിപ്പോയതാ എന്നൊക്കെ ധരിച്ചു. പക്ഷേ അത് പിന്നെ ഒരു ആനന്ദത്തിലേക്ക് നിറഞ്ഞു. അന്നേരം നമുക്ക് ഭയന്നപ്പം എന്താ കാരണം, ഈ പൊട്ടിത്തെറി എന്ന് പറഞ്ഞത് അങ്ങനെ ആരോട് ചോദിക്കാനാ? അത് ഇവിടെ അതാണ് ഞാൻ പറഞ്ഞത്, മക്കൾക്കും ഭർത്താനുള്ള ഒരു നമ്മളെ പറ്റിയുള്ളൊരു ചിന്താഗതി ഇല്ല. ഞാനിത് ഇങ്ങനെ ദർശനം കണ്ടതിനെ പ്രത്യക്ഷപ്പെടുത്തി ഭഗവാൻ വന്നതും പരമാത്മാവായ ഈശ്വരൻ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട് വന്നു. ഇതൊക്കെ എൻ്റെ മക്കളോടോ പറഞ്ഞപ്പോൾ അവർ ഇന്ന് അത് എന്തുവാന്നൊരു വാക്ക് എന്നോട് ചോദിച്ചിട്ടില്ല. അങ്ങനെ കാണാൻ പറ്റുമോ എന്നൊന്നും ചോദിച്ചിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അവർക്കൊന്നും യാതൊരു അയ്യോ എങ്ങനെ അത് നാട്ടുകാരും കേൾക്കരുതേ എന്ന് അമുക്കി വെക്കണമേ, രഹസ്യമായിട്ടിരിക്കും. അതുകൊണ്ട് അവരതിനെപ്പറ്റി അത് മൂടി വെക്കും. അവർക്കൊരു നാണക്കേട് പോലെ. ഇത് ചിലപ്പം എനിക്ക് വട്ടുമല്ലോ ആണെന്ന് ധരിക്കുമെന്ന് വെച്ചാൽ അവരങ്ങ് ഭയന്നങ്ങ് മൂടി വയ്ക്കുക. ഈ 2 മക്കളും തന്തയും അവർ അങ്ങനെ നാമധേയം പറയുമ്പോൾ ഭാവമില്ല. അപ്പോഴെന്നാ അത് എങ്ങനെയാണോ എന്ന് അത് എൻ്റെ അമ്മ ഈ പ്രത്യക്ഷമാകുന്ന ദർശനങ്ങളൊക്കെ കാണുന്നൊക്കെ എന്നോട് പറയും. കാരണം ആദിത്യ ഭഗവാൻ പ്രത്യക്ഷമായി വന്ന് കുതിരപ്പുറത്ത് ഇങ്ങനെ വന്ന കാര്യങ്ങളപ്പോൾ അയ്യോ അമ്മ എനിക്ക് കാണാൻ പറ്റുമോ ഇങ്ങനെയൊക്കെ ഞാനന്ന് ചോദിക്കുമോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അത്. അക്കടൊക്കെ ഞാൻ നോക്കാം, ഈ മക്കൾ ഇങ്ങനെ ചോദ്യമേ ഇല്ല, എന്നാൽ എനിക്കും പ്രാർത്ഥിക്കണം എന്നൊരു ചിന്താഗതിയേ ഇല്ല. എത്രയും മൂടി വയ്ക്കാമോ അത്ര നല്ലതാണെന്ന്. അപ്പോൾ പിന്നെ പോകെ ഇതെങ്ങനെ എനിക്ക് മനസ്സിലായി. ഞാൻ അങ്ങനെ കുറച്ച് നാൾ കഴിയുമ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ഇങ്ങനെ വരല്ലേ ദൈവമേ, ഞാൻ ധ്യാനിക്കാനങ്ങ് വെപ്രാളോ. ധ്യാനിക്കാം, പക്ഷേ എൻ്റെ തല പൊളക്കല്ലേ. എന്നാൽ അന്ന് രക്ഷപ്പെട്ട് ഇനി എനിക്കൊരു രക്ഷപ്പെടാൻ എന്നെക്കൊണ്ട് കഴിയുമെന്ന് തോന്നി. ഞാൻ തല തപ്പി നോക്കി, ഭയത്തിൽ നിന്നെല്ലാം വിടുവിച്ചപ്പം ഭയമെല്ലാം മാറി. എന്താ അപ്പോൾ അന്നേരം നോക്കിയില്ല, അന്ന് ഭയന്ന് പോയില്ലയോ, പൊട്ടി തീർന്നെന്ന് കരുതിയതാ. അപ്പം നോക്കിയപ്പം തപ്പി നിൽക്കാൻ തലയെല്ലാം ഒരു കുഴപ്പമില്ലാതെ ഉണ്ട്. അങ്ങനെ ഞാൻ പറഞ്ഞു എന്നാൽ എന്നെ ഇനി എനിക്ക് വരുത്തല്ലേ എന്നെല്ലാം പ്രാർത്ഥിച്ചുകൊണ്ട് പിന്നെ അച്ഛൻ്റെ ഗ്രന്ഥം എടുത്ത് വായിച്ച് ഇത് കിട്ടുമെന്ന് പറഞ്ഞ് വായിച്ചല്ലേ, വെറുതെ എന്നെക്കൊണ്ട് ദൈവം വായിപ്പിച്ച്. എൻ്റെ അച്ഛനായിരിക്കും, അച്ഛനാണ് ഇതെല്ലാം ചെയ്യുന്നത്. അച്ഛൻ യോഗീശ്വരനാ പറഞ്ഞുകൊണ്ട് പിന്നെ സമാധിയായ ആളല്ലേ. അന്നത്തെ കാലത്ത് സമാധി ഇരുത്താനോ എടുക്കാനോ ഒന്നും നടക്കാത്തതുകൊണ്ട് അമ്മയടുത്ത് പറഞ്ഞ എടി ഇരുന്നും ധ്യാനമുണ്ട് കിടന്നും ധ്യാനമുണ്ട്. അങ്ങനെ കിടന്ന് പറഞ്ഞ സമയത്ത് പോയതാ. അങ്ങനെ 1-2 പേർക്കും അച്ഛൻ ആ സമയത്ത് വിട്ടിട്ടുണ്ട്. അത് സമാധിയിലല്ല, അച്ഛൻ തന്നെ പറഞ്ഞ് ഇത്ര മണിക്ക് അങ്ങനെ ഉണ്ടെന്ന്. പക്ഷേ ഇത് അച്ഛനെ അങ്ങനെ നേരത്തെ കൂട്ടി പറഞ്ഞ് ഞങ്ങൾ 2 പേരെയും എവിടെയൊക്കെയോ മാറ്റി വിട്ട്, ഇത് ഞങ്ങളോട് പറയാതെ. അങ്ങനെ അപ്പോൾ അച്ഛൻ്റെ ഗ്രന്ഥം എടുത്ത് വായിച്ചപ്പോൾ അത് വായിച്ച് വന്നപ്പോൾ കിടക്കുന്ന പിന്നെ കൂടും ചെകിടും ഉടഞ്ഞു പോകുമെന്ന് പേടിയൊരല്പം ഉഴന്തേൻ. അപ്പോൾ ഈ അനുഭവം വന്നപ്പോൾ ഇത് ഞാനിവിടെ എൻ്റെ ഉള്ളിൽ അത് ഇപ്പോൾ ഈ ഭാഗത്തൊക്കെ വായിക്കാൻ അർത്ഥം എൻ്റെ മനസ്സിലാക്കി തരുന്നത് അതുപോലെ ഇതാ സംഭവം. അപ്പം ഈ കൂടും ചെകിടും ഉടഞ്ഞു പോകുമെന്ന് അപ്പം പേടി അല്പം ഉഴന്തേൻ. ഞാൻ അതുപോലെ ചെയ്തു, എനിക്ക് ആ പേടി വന്നു. അപ്പം കൂടും ചെകിടും തകർന്നു പോയി. അതിൽ കിടക്കുന്ന ആ വരി അപ്പം ഞാൻ മനസ്സിലാക്കി ഇതാണ് സംഭവം. അതിനുശേഷം പരമാനന്ദമാണ് അനുഭവിക്കുന്നത്.
അങ്ങനെ അത് എത്ര വയസ്സിലാണെന്ന് എനിക്ക് ഓർമ്മ. കാരണം ഓർത്ത് വെക്കേണ്ടത് ഇതൊന്നും അതിലൊന്നും നമുക്കിത് ഇങ്ങനെ ലോകത്ത് ഉണ്ടെന്നുള്ള ചിന്ത എനിക്കില്ലല്ലോ. ഇത് ധ്യാനം അങ്ങനെ ആരും നിർബന്ധിച്ച് ധ്യാനിപ്പിക്കുന്നത്, ഞാൻ തന്നെ അങ്ങ് ഇരിക്കുമല്ലേ, ആരോരും പറയാണ്ട് മിണ്ടാതെ അങ്ങ് ഇരുന്ന് ധ്യാനിക്കുമല്ലോ, ഒരുപാട് നേരം നാമം ചൊല്ലിട്ട് ധ്യാനിക്കുമല്ലോ. അതുകൊണ്ട് എനിക്കിതൊന്നും പറഞ്ഞു തരാനാളുടെ എൻ്റെ ഉള്ളിലങ്ങ് പ്രവർത്തിക്കാൻ എവിടോ അകത്ത് ആരോ ഉദ്ദണ്ഡിക്കുന്നുണ്ട്. അത് ഒന്നീ അച്ഛൻ അല്ലെങ്കിൽ പരമാത്മാവായ ഈശ്വരൻ കൃഷ്ണൻ, എന്തോ സംഭവം ഉണ്ടല്ല, ഞാനായിട്ടൊന്നും ചെയ്തതല്ല, ഇതെല്ലാം തനിയെ വന്ന് സംഭവിക്കുന്നതാ. അപ്പോൾ ഇത് ഞാൻ വായിച്ചപ്പോൾ അതൊക്കെ കൂടും ചെകിടും ഉടഞ്ഞു പോകുമെന്ന് പേടിയൊരല്പം ഉഴന്തേൻ, ഈടാർന്ന ആനന്ദമുണ്ട് പിന്നീട്. അപ്പോൾ ആനന്ദമുണ്ട്. അപ്പോൾ എനിക്ക് മനസ്സിലായി സംഭവം ഇത് തന്നെയാണ്. അങ്ങനെ ഞാൻ ഓരോന്നും മനസ്സിലാക്കി എടുത്തതാണ്. അതുകൊണ്ട് പിന്നെ എനിക്ക് ആരോടും ചോദിക്കേണ്ടി വന്നിട്ടില്ല. അപ്പോൾ ഞാൻ തന്നെ എനിക്കപ്പോൾ എൻ്റെ അച്ഛൻ എനിക്ക് അത് ആദ്യമേ വായിച്ച് വന്നപ്പോൾ എൻ്റെ ഇടയ്ക്ക് ഇത് കിടക്കുന്നു. ഇങ്ങനെയാണ് നമുക്ക് അനുഭവത്തിൽ കൂടെ നമുക്ക് പഠിക്കാൻ പറ്റും. അനുഭവം ഇല്ലാതെ വായിക്കുമ്പോൾ എന്തറിയാനാ? കൂടും ചെകിടും ഉടഞ്ഞു പോകുന്നു, പേടി ഒരു അല്പം ഉഴന്ത്, എന്തറിയാനാ? എന്തോ ചെകിടെന്തോ കൂടെന്തോ ഒന്നും, ഒരു ചെകിടും കൂടും എന്താന്ന് പോലും അറിയില്ല. ചെകിടെന്ന് ചെവിക്കലെന്ന് അത്ര ചെകിടും കൂടും എന്ന് പറയാൻ ഇതിനകം ആണെന്ന് അനുഭവം വന്നോണ്ട് മനസ്സിലായി. അല്ലെങ്കിൽ വായിച്ചു പോയാൽ എന്തറിയാനാ? ഞാൻ അനുഭവം വായിച്ചിട്ടൊന്നും മനസ്സിലായിട്ടില്ല. അനുഭവം വന്നതിന് ശേഷം വായിച്ചപ്പോഴാണ് മനസ്സിലായത്. ഇതുപോലെയാണ് നമ്മൾ ഭാഗവത്തിൽ ഓരോന്ന് മനസ്സിലാക്കുന്നത്. ഇങ്ങനെയാണ് നമുക്ക് അനുഭവം മുമ്പേ, അനുഭവം ഗുരു എന്ന് പറയുന്നത് അതുകൊണ്ട് നമ്മുടെ അനുഭവത്തിൽ കൂടെയാണ് നമ്മളിതെല്ലാം മനസ്സിലാക്കാൻ പറ്റും. അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഒരു ഗുരുമഹത്വം എല്ലാം പഠിച്ചു വരണം, എന്നാലും പഠിച്ചിട്ട് പിന്നെ അനുഭവത്തിൽ വരണം. ഇതെനിക്കല്ല, പഠിക്കാതെ അനുഭവത്തിലൂടെ വന്നുകൊണ്ട് ഇതൊക്കെ തനിയെ വായിച്ചു. അത് ഈശ്വരൻ വിചാരിച്ചാണ്, അനുഭവം കണ്ടിട്ട് ഇതൊക്കെ വായിച്ച് പഠിക്കണമെന്ന് വിചാരിച്ചാണ്. ഗുരുവായിട്ടൊന്ന് പറഞ്ഞു തരുന്നത് പോലെ പുസ്തകത്തിൽ കിടന്ന് കണ്ട് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് ഞാൻ മക്കളോട് പറയുന്നു, ഞാൻ നല്ല രാധയെ വിളിച്ച് പറഞ്ഞു, മക്കളെ ധ്യാനിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ ചില കാര്യങ്ങൾ ഭയക്കരുത് എന്ന്. രാധയ്ക്ക് ഭയങ്കര ധ്യാനമാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞു കൊടുത്ത് ഇതുപോലെ ചിലപ്പോൾ സംഭവിക്കും, എന്തായാലും അമ്മ പറഞ്ഞത് കാര്യമാണ്, എനിക്കിത് പറഞ്ഞു തരാൻ ആളുകൾ ഞാൻ ഭയന്നു പോയില്ലയോ. ഭയക്കാരിനി വല്ലതും ഉണ്ട്, തപ്പി നോക്കിയോ തലയൊട്ടിയൊക്കെ അവിടെ അതുപോലെ ഇരിപ്പുണ്ട്. അയ്യോ എന്ത് ഭയന്നു. അപ്പം അന്ന് പറഞ്ഞക്ക് നമുക്ക് ഈ ജീവശക്തി അത് നമുക്ക് ഈ പാട്ട് ചൊല്ലാം. കുണ്ഡലിനി ശക്തി ജീവസ്വരൂപിണി മൂലപ്രകൃതി ചിന്മയി. നമ്മുടെ ഉള്ളിലെ ചൈതന്യം, ജീവശക്തിയും പരമാത്മാവുമായിട്ടുള്ള ആ ലയത്തിന് ആനന്ദം അത്രമാത്രമുണ്ട്. കുണ്ഡലിനി ശക്തി ജീവസ്വരൂപിണി മൂലപ്രകൃതി ചിന്മയി. അമ്മേ പ്രകൃതി ദേവി പരാശക്തി ചിന്മയി. എന്തൊരാനന്ദം. വിശ്വേശ്വരി മൂലപ്രകൃതി പുരുഷേശ്വരി. മൂലപ്രകൃതിയാണ് അമ്മ. അമ്മയിൽ നിന്നാണ് എല്ലാം ഉണ്ടായത്, പരാശക്തി നിന്നാണ് സർവ്വതം. അമ്മയാണ് ലോക മാതാവിൽ നിന്ന് സർവ്വതം ഉണ്ടായത്. അതാണ് അമ്മ വിശ്വേശ്വരി, മൂലപ്രകൃതി പുരുഷേശ്വരി. പ്രകൃതി പുരുഷ, പരബ്രഹ്മത്തിൻ്റെ തന്നെ ഭാര്യയായി ഈ മഹാമായ പ്രഭ ചിന്മയി. മൂല പ്രകൃതിയും പുരുഷ, ആ പരമാത്മാവും കൂടെ ഉള്ളയാണ് പരബ്രഹ്മം. ആ പരബ്രഹ്മത്തിലാണ് അമ്മയ്ക്ക് ഒരു പ്രഭ. ഇവിടെ നമുക്കിതൊക്കെ നമ്മളെ സൃഷ്ടിക്കാൻ വേണ്ടി ആ പിതാവ് പറഞ്ഞതനുസരിച്ച് അതനുസരിച്ചു ആ അമ്മ. അങ്ങനെ അവിടെ പ്രകൃതി, നമ്മുടെ പ്രപഞ്ചം. അപ്പം നമ്മളെല്ലാം എന്തോ ഇവിടെ ഉണ്ടായോ അതെല്ലാം അമ്മയുടെ മക്കളാണ്. അതുകൊണ്ട് ആ അമ്മയെ നമുക്ക് പ്രാർത്ഥിക്കാം. വിശ്വേശ്വരി മൂലപ്രകൃതി പുരുഷേശ്വരി. പുരുഷനും അമ്മയും കൂടെ പുരുഷേശ്വരി. ആനന്ദരൂപിണി പുളകാങ്കിണി. അപ്പം അത് നമ്മൾ ഒന്നാകുമ്പോൾ ആ പിതാവായ ദൈവവും ആ സഹസ്രാര പത്മത്തിലിരിക്കുന്ന ആനന്ദ സ്വരൂപനും ഈ ശക്തി സ്വരൂപിണിയോടെ ചേർന്ന് ലയം പ്രാപിക്കുന്നതാണ് മക്കളെ ആനന്ദം, പരമാനന്ദം. അതാണ് വിശ്വേശ്വരി മൂലപ്രകൃതി പുരുഷേശ്വരി ആനന്ദരൂപിണി പുളകാങ്കിണി. സർവാംഗം പുളകിതാവുന്ന നമുക്ക് എന്താ പറയുക, ഒരു ഐസ് വെള്ളം തലവഴിയെ ഉച്ചയോട്ട് ഒഴിച്ചാൽ നമ്മുടെ ദേഹം ആസകലം എങ്ങനെയാണ്. അതൊരു ഉദാഹരണം പറയാൻ പറ്റും. അതല്ല അതിൻ്റെ ഒരു അനുഭൂതി, എന്താ പറയുക, ഒരു ആനന്ദലഹരി, അതിൻ്റെ കുളിർമ, അത് പറഞ്ഞറിയിക്കാൻ പറ്റുന്നതല്ല. അതുകൊണ്ട് വിശ്വേശ്വരി മൂലപ്രകൃതി പുരുഷേശ്വരി ആനന്ദരൂപിണി പുളകാങ്കിണി. കുണ്ഡലിനി ശക്തി ജീവസ്വരൂപിണി മൂലപ്രകൃതി ചിന്മയി.
വിശ്വേശ്വരി മൂലപ്രകൃതി പുരുഷേശ്വരി ആനന്ദരൂപിണി പുളകാങ്കിണി. കെട്ടുകൾ എട്ടുമറുക്കൂ ദേവി മോക്ഷമാർഗം തുറക്കൂ. എന്താ കെട്ടുകൾ എന്നുവെച്ചാൽ നമുക്ക് ശുദ്ധ ഹൃദയമാകണ്ടേ, ആ അനുഭൂതി നമ്മളിലേക്ക് ഒഴുകണമെങ്കിൽ, ആനന്ദം നമ്മൾ അനുഭവിക്കണമെങ്കിൽ ആ അമൃത് നമ്മുടെ ഹൃദയത്തിൽ മൊത്തം നിറഞ്ഞ് അങ്ങ് തൃങ്ങി പൊട്ടും നടക്കങ്ങ് ആകുക. എന്താ കാരണം? അവിടെ ഉള്ളത്തിലിരിക്കുന്ന കെട്ടുകൾ, ആ ശത്രുക്കളായത് മൊത്തം അർത്ഥ കളയണമേ അമ്മേ, എല്ലാം ഒഴുകിപ്പോകും. അതാണ് കാമക്രോധാദികളായിരിക്കുന്നത്. കെട്ടുകൾ എട്ടുമറുക്കൂ ദേവി മോക്ഷമാർഗം തുറക്കൂ ആധാരം ആറും കടക്കൂ. അമൃതവർ ആധാരം 6 ഇവിടം വരെയാ. എന്നിട്ട് അത് കടക്കുക വെച്ചാൽ അതിൻ്റെ അപ്പുറത്തേക്ക് കയറുക. അപ്പോൾ അവിടെ എന്തായിരിക്കുന്ന അമൃതവർഷിണിയാണ്. അവിടെ നിന്നാണ് ആനന്ദധാര, ആ അമൃതധാര ഇങ്ങനെ നമ്മളിലേക്ക് ഒഴുകുന്നത്. അത് അപ്പോൾ മൂലാധാരം, സ്വാധിഷ്ഠാനം, മണിപൂരകം, അനാഹൃദയം, വിശുദ്ധി, ആജ്ഞ, സഹസ്രാരം. അപ്പം അവിടെ നിന്നാണ് അവിടെ ഈ 6 ആധാരം കടന്നു പോകുമ്പോൾ അവിടെ ചെന്ന് ലയം പ്രാപിക്കുക. അപ്പം അമൃതവർഷിണി വരുന്നത് അതാ. കെട്ടുകൾ എട്ടുമറുക്കൂ ദേവി മോക്ഷമാർഗം തുറക്കൂ ആധാരം 6 കടക്കൂ അമൃതവർഷിണി പൊഴിക്കൂ ബ്രഹ്മസുതയിൽ ലയിക്കൂ ബ്രഹ്മാനന്ദത്തിൽ ലയിക്കൂ ശൂന്യം. അപ്പോൾ ആധാരം 6 കടന്ന് അവിടെ സഹസ്രാര പത്മത്തിൽ ചെല്ലുമ്പോൾ നമുക്ക് അതിനും കടന്ന് പിന്നെ ഉണ്ട്. പക്ഷേ എനിക്കിത്രയും മതി, അതുകൊണ്ടാണ്. കാരണം എനിക്ക് ആനന്ദം മതി. അപ്പോൾ അത് കഴിഞ്ഞിട്ട് എന്താ, നമുക്ക് പിന്നും ഒരുപാട് ഇപ്പോൾ ഈ ലോകം ഇവിടെ നിന്നും തുറന്ന് ബ്രഹ്മലോകത്തോ സത്യലോകത്തൊക്കെ പോകാൻ എൻ്റെ അച്ഛൻ അങ്ങനെയൊക്കെ എവിടേക്കോ പോയിട്ടുണ്ടെന്ന് പറയാം. അതൊക്കെ യോഗയിൽ കൂടെയൊക്കെ നടക്കത്തുള്ളൂ. നമുക്ക് ഇത്രയൊക്കെ മതി. കാരണം നമുക്ക് ആനന്ദം ഭഗവാനോട് ചേർന്നങ്ങ് ഇരുന്നാൽ മതിയല്ലോ. അതുകൊണ്ട് ആധാരം 6 കടന്നിട്ട് ആ ബ്രഹ്മസതയിൽ ലയിക്കുമ്പം അമൃതവർഷിണിയൊക്കെ ഇങ്ങനെ അങ്ങനെ ആ കൃപ ആനന്ദാമൃതം അതിങ്ങനെ ലയിച്ച് നമുക്ക് അതുപോലെ ഒരു സുഹൃതം അതുപോലെ നമുക്ക് അങ്ങനെ ആ ബ്രഹ്മത്തിൽ ലയിക്കുമ്പോൾ ബ്രഹ്മാനന്ദത്തിൽ ലയിക്കുമ്പോൾ അവിടെ നമുക്ക് ഒരു ശൂന്യാവസ്ഥയാണ്. ഇതിപ്പോൾ നമ്മളിങ്ങനെ പറഞ്ഞു തരുന്നുണ്ട്, ശൂന്യാവസ്ഥയിലൊന്നും ആകുന്നില്ല. നമ്മൾ തന്നെ ഇരുന്ന് ഇതൊക്കെ ചൊല്ലി ആ ലയം പ്രാപിച്ച് സമാധിയിൽ, അതൊരു സമാധിയാണ്, അതാണ് മോക്ഷം. അത് എപ്പോഴും അതാണ് സമാധി എന്ന് പറയും. ഇപ്പം നമ്മുടെ ഈ ദേഹം ശരീരത്തിന് ക്ലേശം ഉണ്ടാകും. സമാധി എന്ന് പറയുന്നത് ചിലർ വിചാരിക്കും ഇങ്ങനെ ഇരുന്ന് തന്നെ മരിച്ചാലേ സമാധി എന്ന്. അങ്ങനല്ല. നമ്മുടെ ദേഹത്തിന് ചിലപ്പം നമ്മുടെ കഴിഞ്ഞ ജന്മങ്ങളുണ്ട് എന്തെങ്കിലും അസ്വസ്ഥത ഉണ്ടെങ്കിൽ നമുക്ക് ഇരുന്ന് മരിക്കാൻ പറ്റുമോ? അത് നന്നായി തയ്യാറെടുക്കണ്ടേ. പക്ഷേ സമാധി എന്നും സമാധിയാണ്. എനിക്ക് എന്നും സമാധിയാണ്. അപ്പോൾ നമ്മളെ ആ ഒരു മോക്ഷത്തിലേക്ക് പോകുന്നത് നമ്മുടെ ഈ ശരീരമല്ല പോകുന്നത്. ശരീരം എങ്ങനെ ഇവിടെ എല്ലാം ഓടയില്ലെങ്കിൽ കിടന്ന് മരിക്കേണ്ടത്. എന്നാലും നമ്മുടെ പ്രവൃത്തി എന്താണ്, നമ്മൾ എന്തായിത്തീർന്നു, അതാണ് നമ്മൾ. അപ്പോൾ സമാധി എന്ന് പറഞ്ഞാൽ ദിവസം നമ്മൾ സമാധിയാണെങ്കിൽ ആ സമയം ആ ലയം പ്രാപിച്ചാൽ പോകുന്നത്. ശരീരത്തിനകത്തല്ലല്ലോ ഇരിക്കുന്നത്, ഉള്ളിലിരിക്കുന്ന ആ ആനന്ദമല്ലേ. അപ്പോൾ നമ്മൾ പോകേണ്ട സമയം അറിഞ്ഞാൽ ശരീരം കൊണ്ട് നമുക്ക് ചിലപ്പോൾ കെൽപ്പില്ലാതെ വരും. നമുക്ക് ശരീരം കൊണ്ട് ആരോഗ്യം ഉണ്ടെങ്കിൽ നന്നായിട്ട് ഇങ്ങനെ ഇരുന്ന് ധ്യാനിക്കുന്നതൊക്കെ ഇങ്ങനെ ഇരുന്ന് പോകാൻ പറ്റും. ആ ശരീരത്തിന് അസ്വസ്ഥ വന്നപ്പോൾ നല്ല എത്രയോ വില കൂടിയ കോടാനുകോടി രൂപയുള്ള വലിയ നല്ല കാറോ ഒക്കെ ഉണ്ട്, അതിന് എഞ്ചിൻ തകരാറൊന്നും അതവിടെ കിടക്കത്തില്ല, ഓടത്തില്ല, ശരീരം അവിടെ കിടക്കും. അപ്പം അതുപോലെ നമ്മുടെ ശരീരം നമ്മൾ എന്താണ് ആയിത്തീർന്നത് അതാണ്. അത് പിന്നെ പോകത്തില്ല. നമ്മൾ കിട്ടിയത് തന്നെയാണ്. അത് മരണം വരെയാലും അടുത്ത ജന്മത്തിലേക്ക് എന്തെങ്കിലും മാറ്റിയൊക്കെ ഉണ്ടെങ്കിൽ അത് അന്നേരം പിന്നെ അതിന് വേണ്ടി വരണം. ഒന്നുമില്ല, എല്ലാം തയ്യാറെടുത്ത് പോയതാണോ പിന്നെ ആ പരബ്രഹ്മത്തിൽ തന്നെ ചേർന്ന് അത് ചേരക്കം തന്നെയാണ്. അതാണ് സമാധി. അല്ലാതെ ചിലർക്ക് അറിവില്ലാത്തവർ പറയുന്നത് എന്താണ്, അയ്യോ ഇരുന്നൊന്നും മരിച്ചില്ലല്ലോ, അത് സമാധിയല്ല, അല്ലെങ്കിൽ പറഞ്ഞപ്പം പോയില്ലല്ലേ. പക്ഷേ പറഞ്ഞപ്പോൾ പോയില്ല എന്നുള്ളതൊന്നും എനിക്കതിനെപ്പറ്റി അറിയത്തില്ല. ഇപ്പം എനിക്കിപ്പോൾ എൻ്റെ അമ്മയുടെ മരണം, അമ്മയ്ക്ക് ഞാനൊരു മേടമാസത്തിൽ പറഞ്ഞു, അമ്മയ്ക്ക് കർക്കിടക മാസത്തിന് മുമ്പേ അമ്മയ്ക്ക് മരണമുണ്ട്. എന്നെക്കൊണ്ട് എൻ്റെ അച്ഛൻ പറയിപ്പിച്ചതായിരിക്കും. എനിക്കല്ലാന്ന് ഭയങ്കര ഭക്തിയായിരുന്നു, ഇപ്പോഴത്തെ കണക്കൊന്നുമല്ല. ഒരുപാട് കാര്യങ്ങൾ അതിൽ നടന്നിട്ടുണ്ട് ഓരോന്ന്. അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ അത് മേടമാസത്തിൽ പറയുന്നു. ഒരു കുടുക്കമായിരുന്നു എൻ്റെ. ഈ വഴി എന്നെ നനയ്ക്കുമല്ലെന്ന് അമ്മ. ഞാൻ ഇല്ല, അമ്മയ്ക്ക് കർക്കിടക മാസത്തിന് മുമ്പേ മരണമുണ്ട്. ആ മേടം മാസത്തിൽ പറയുന്നു. എത്ര തീയതി ഞാൻ ഓർക്കുന്നില്ല. അടുത്ത മാസം ഇടവ 4-ാം തീയതി അമ്മ ഇവിടുന്ന് പോകുന്നു. അതും ഇത് ഏകാദശി. അപ്പോൾ അങ്ങനെ നമ്മളെ കൊണ്ട് ഓരോന്ന് പറയിപ്പിക്കും. അത്രമാത്രം ഭക്തിയായിരുന്നു അന്ന്. അതുപോലെ തന്നെ നെല്ല് മൊത്തവും പൊലി മൊത്തവും ഈ മിറ്റം അങ്ങേറ്റം ഇങ്ങേറ്റം വരെയും കിടപ്പുണ്ട്. മഴ പടപടാന്ന് ഓർക്കാപ്പുറത്തൊരു ഭയങ്കര മഴ. ഒരു തുള്ളിക്ക് ഒരു കുടം. ഞാൻ അവിടെ നിന്നിട്ട് ഈ മഴ ഇപ്പോൾ ഇവിടെ നിന്ന് മാറണമെന്ന് പറയും.
അതുപോലെ അങ്ങ് പോയി. കാരണം അല്ലെങ്കിൽ ആ വെള്ളം മൊത്തം കൊണ്ട് ആ നെല്ല് മൊത്തം വെളിയിൽ പോയേനെ. ഇങ്ങനെ അന്നൊക്കെ നല്ല നല്ല ഒരുപാട് അത്ഭുതങ്ങൾ. അതുപോലെ പറഞ്ഞാൽ ഇന്ന് സമയം കിട്ടുമോ, ഒന്നുകൂടെ അങ്ങ് പറഞ്ഞിട്ട് ഒരുപാടുണ്ട്. പറഞ്ഞാൽ 2-3 പുസ്തകം എഴുന്നത്തോളം കിടപ്പുണ്ട്. അപ്പം എൻ്റെ മകള് തിങ്കളാഴ്ചയാണെങ്കിലും മൂലം നാളായിപ്പോയി. ഞാൻ അന്നേരം ഒരു പശു ഇവിടെ ഉണ്ടായിരുന്നു. പശു പ്രസവിച്ചപ്പം വെള്ളിയാഴ്ചയും പെൺകുട്ടിയാണ്. അപ്പോൾ എനിക്കറിയാം, ആരോ പറയും വെള്ളിയാഴ്ച നല്ലതാ പശുക്കുട്ടികൾ ജനിക്കുന്നതെന്ന്. അപ്പം ഞങ്ങൾക്ക് മൂലം നാൾ, അയ്യോ എൻ്റെ മോളും മൂലം, പശുവിൻ്റെ മോളും മൂലം. ഞാൻ പറയും ഭഗവാനെ, അന്നേരം പറയുക ഭഗവാനെ ഈ 2 മൂലം കൊള്ളത്തില്ല ഒരു വീട്ടിൽ. ഞാൻ പശുക്കളെ എൻ്റെ മക്കളെ പോലെയല്ലേ കാണാം. അപ്പം ഞാൻ പറയും ഒരു മൂലം കൂടെ, അടുത്ത പശു പ്രസവം ഒരു മൂലം കൂടെ വരണേന്ന് ഞാൻ ഭഗവാനോട് വെറുതെ വിളക്കിന് മുമ്പിൽ നിന്ന് പറയുമല്ല, എൻ്റെ ഉള്ളിനകത്ത് തന്നെ പറയാം, ഭഗവാന് 2 മൂലം, ഇനി ഒരു വെള്ളി ഒരു മൂലം കൂടെ വരണേ എന്ന് ഞാൻ അന്നൊന്ന് പറഞ്ഞു. അങ്ങനെ ഇരുന്ന് ഈ പശുവിനെ കറന്ന് 5-8 മാസം കണ്ട് വീണ്ടും ഇത് ഗർഭിണിയായി. പിന്നെ 1 വർഷം 10 മാസം കണ്ട് പിന്നും കഴിഞ്ഞില്ലേ പ്രസവിക്കൂ. ആ പ്രസവത്തിൻ്റെ അന്ന് ഞാൻ അതിന് മുമ്പ് എടുത്ത് വെച്ച് നോക്കി പഞ്ചാംഗം നോക്കി. ഇവർക്ക് 9 മാസമായപ്പോൾ ഞാൻ നോക്കി, ദൈവമേ ഇവൾ പ്രസവിക്കുന്നതിൻ്റെ സമയത്താണ് മൂലം ഉണ്ടാകുമെന്ന് അന്ന് പഞ്ചാംഗം വരുത്തും. പഞ്ചാംഗം നോക്കിയപ്പോൾ ഒരു മൂലം ഒരു വെള്ളിയും കിടക്കുന്നു. ഞാൻ പറഞ്ഞു, ദൈവമേ അന്ന് ഈ പശു പ്രസവിച്ചാൽ എനിക്ക് മൂലം, പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ 27 നക്ഷത്രം കഴിഞ്ഞാൽ പിന്നെ മൂലം വരും. അപ്പോൾ അന്നത് പ്രസവിച്ചത് എനിക്കൊരു മൂലം കൂടെ കിട്ടി, 3 മൂലം ആയെന്ന്. പെൺകുട്ടികളെ വേണമെന്ന് വെച്ചാൽ വിൽക്കുമ്പം നമുക്ക് വിഷമോ, അല്ലെങ്കിൽ ആൺകുട്ടികളെ കൊണ്ട് അറുക്കാൻ കൊടുക്കും. ഇതാകും പെൺകുട്ടികളാരും വളർത്തിക്കോളും. എല്ലാം നമുക്ക് വളർത്താൻ പറ്റൂലല്ലോ, നമുക്കുള്ള അതിന് ത്രാണിയില്ല. അപ്പം വിൽക്കാൻ നേരത്തെ നിലവിളിയൊക്കെയാണ്, എന്നാലും കൊടുത്തല്ലേ പറ്റൂ. അങ്ങനെ അതെന്താ ഇപ്പോൾ ഒന്നിനെയും വളർത്തത്തില്ല. അങ്ങനെ ഞാൻ 9 മാസം കൊണ്ട് ഈ മൂലം അടുക്കാറായപ്പം അത് ഈ മൂലത്തിൻ്റെ അന്ന് നോക്കിയാൽ ഒരു കുഴപ്പവും പശുവിനില്ല. ഇവിടെ മുറ്റത്തുകൊണ്ട് കെട്ടിയേക്ക് ഒരു മാവിനകത്ത്. അപ്പോൾ എൻ്റെ അമ്മായിയമ്മ വന്നു. അമ്മ റോഡിൽ പോകുന്ന ഞാൻ അമ്മയെ വിളിച്ചു, അമ്മ ഇങ്ങോട്ടൊന്ന് വാ അമ്മ, ഈ പശുവിന് എന്തെങ്കിലും ഒരു വ്യത്യാസം ഉണ്ടോ, ഇന്ന് എന്തെങ്കിലും പ്രസവങ്ങൾ കാണാം. ഓ ഇവക്കൊന്നും കുഴപ്പമൊന്നുമില്ല. ഇവിടെ അമ്മ ഇങ്ങ് പോയി. വൈകുന്നേരം ആയപ്പം അന്ന് 8 മണി വരെ ഉള്ളായിരുന്നു മൂലം രാത്രി. ചുരുക്കി പറയാം, പെട്ടെന്ന് പറഞ്ഞു തീർക്കട്ടെ. അന്നേരം ഞാൻ നാമൊക്കെ ചെല്ലിട്ട് അതിഭയങ്കരമായ ഒരു ഇത് വരുന്നു, എന്തോ പ്രഷറും മഴയും. അത് ദൈവം വരുത്തിയല്ല, ഞാൻ അറിയില്ലായിരുന്നു. അപ്പോൾ ഒന്ന് സന്ധ്യയ്ക്കൊന്ന് നോക്കിയിട്ടൊക്കെ കഥ കടച്ചിട്ട് നാമം ചെല്ലാതിരിക്കുന്നത്. പക്ഷേ ഈ 7 മണിക്ക് നാമം ചെലുത്തിയപ്പോൾ ഈ പ്രഷർ വന്നപ്പോൾ ഞാൻ അയ്യോ എൻ്റെ പശു നോക്കിയിട്ട് വന്നിട്ട് ഞാൻ ബാക്കി കാര്യം പിന്നെ ആവട്ടെ. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ എന്തോ പശു പ്രസവിച്ചെന്തോ ഇങ്ങനെ വന്നിരിക്കുന്നു. എന്തോരാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇരുട്ടുമല്ലേ, മയങ്ങി. അങ്ങനെ പെട്ടെന്ന് താഴെ പോയി എൻ്റെ പ്രായമുള്ളൊരു പെണ്ണ് അവിടെ താഴെ വന്നുണ്ട്. ഞാൻ പോയി സുഭദ്രയെ ഒന്ന് പോയി, എനിക്കിതിനെപ്പറ്റി ഒന്നും അറിയത്തില്ലല്ലോ എന്നും പറഞ്ഞ് അതിനെ വിളിച്ചുകൊണ്ട് വന്ന് 8 മണിയൊന്നും ആയില്ല, 7:30 മുമ്പേ അത് പ്രസവിച്ചു. അപ്പം ഞാൻ ദൈവമേ ഇത്രയും ഭഗവാൻ ഇത്രയും എന്തോ പറയാനാ. അത്രയ്ക്ക് അന്നത്തെ കാലം അങ്ങനെയായിരുന്നു. ഓരോ കാര്യങ്ങൾ അത്രമാത്രം ഭക്തിയായിരുന്നു എനിക്ക്. ഞാൻ എന്ത് ഭാവന അതാ ഞാൻ പറഞ്ഞു മക്കളെ, ഭാവന. ഒരു ഭക്തൻ നമ്മൾ ഭാവിക്കുന്നത്, നമ്മൾ എന്ത് ഭാവന ചെയ്താൽ ഭവിക്കും. നമ്മൾ ഭാവന ചെയ്താൽ മതി. അത് അത്രമാത്രമാണ്. അന്നൊക്കെ എനിക്കൊരു ഇതൊക്കെ ത്രില്ലായിരുന്നു. ഇപ്പം എനിക്കൊന്നും ഭാവനയില്ല. എനിക്ക് പരമാത്മാവിൽ ഇങ്ങനെ ആനന്ദമായിട്ട് ഇങ്ങനെ ഇരുന്നാൽ മാത്രം മതി. മക്കൾക്ക് വല്ല ഇങ്ങനെ തരണം, അത്രയേ ഉള്ളൂ. പക്ഷെ അങ്ങനെ ആ മൂലം നാളെ തന്നെ കിട്ടി, വെള്ളിയാഴ്ചയും. അത് എത്ര മാസം കഴിഞ്ഞിട്ട് ആ 5-8 മാസം തന്നെ കറന്നു. പിന്നെ അത് ഗർഭിണിയായി. പിന്നെ 10 മാസം കഴിഞ്ഞപ്പോഴാണ് പിന്നെ ഇത്. ഈശ്വരൻ എന്താ അസാധ്യം, ഒന്ന് ആലോചിച്ച് നോക്ക്. എൻ്റെ ഭഗവാനോട് എന്ത് പറയാൻ, നന്ദി പറയാൻ പറ്റും. എന്നുവെച്ചാൽ പാവം ഒരു നിഷ്കളങ്കമായൊരു പെണ്ണ് എന്തോ പുലമ്പെന്ന് ഈശ്വരൻ വെച്ചാൽ എന്നാ കളയാം. അതുപോലെ ഈശ്വരൻ എനിക്ക് കണ്ടേ പറ്റൂ, ഞാൻ ഉരുളുക. അപ്പോൾ എനിക്ക് അതിന് വേണ്ടുന്ന പ്രയത്നത്തിന് വേണ്ടി അപ്പോൾ എന്താ പ്രത്യക്ഷമായി നിൽക്കുന്നത്. ആ മുഖത്ത് നോക്കിയാൽ പിന്നെ താഴോട്ട് ആ മുഖം ഇങ്ങനെ എനിക്ക് പൊക്കത്തിലാണ് നിൽക്കുന്നത്. മുറി മൊത്തവും പ്രകാശം, മുഖം അതിഭയങ്കരമായ. സൂര്യനെ നോക്കി നമുക്ക് പുറത്ത് നോക്കാൻ പറ്റുമോ? സൂര്യനെ കണ്ടാൽ നമുക്ക് കണ്ണ് മനുഷ്യൻ അതുപോലെ നിൽക്കുക. ഈ മുടി പോലെ മൊത്തവും പഞ്ഞി മുടിയാണ്, വെളുത്തിരിക്കുക, ഒരു കറുപ്പുമില്ല. കണ്ണ് മൊത്തം തീക്കുണ്ടമാണ്. ചുണ്ടെല്ലാം ഈ നല്ല എൻ്റെ ഇതിൻ്റെ കളറ്, താമരപ്പൂവിൻ്റെ അത്ര ശോഭയും. കണ്ണ് തീക്കുണ്ടമാണ്, ഭയക്കത്തൊന്നുമില്ല. കണ്ണ് അത്ര തേജസ്. പക്ഷേ ആ മുഖത്തൊക്കെ താഴോട്ട് നമ്മൾ നോക്കത്തില്ല, അതുകൊണ്ട് ദേഹത്തെ കാണാൻ പറ്റുന്നില്ല. അവിടെ ഇരുളാണ്. കാരണം മുഖത്തിനകത്ത് സൂര്യൻ്റെ വട്ടത്തിനകത്ത് നമ്മളെ കണ്ണ് മഞ്ചത്തില്ലേ. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ കണ്ണെടുക്കാൻ എങ്ങനെ കണ്ടെടുക്കാൻ പറ്റും? അതിൽ തന്നെ എന്തോന്നൊരു അത്ഭുതം കൂടെ അല്ലേ. ഇതെന്താ കാണുന്നേ, ഞാൻ നിൽക്കുമല്ലയോ. അങ്ങനെ പ്രത്യക്ഷമായി. എന്താ കാരണം, ഒരു നിഷ്കളങ്കമായ ഒരു ഹൃദയമാണെന്ന് ഭഗവാൻ മനസ്സിലായി. അതുകൊണ്ടാണ് നമ്മുടെ ഒരു മക്കൾ എന്ത് പ്രാർത്ഥിച്ചാലും അങ്ങനെയല്ലേ, കുഞ്ഞു മക്കൾ. അത് എല്ലാവരും മക്കൾ തന്നെ. പക്ഷേ പിഞ്ചു കുഞ്ഞുങ്ങളാണെങ്കിൽ, എനിക്ക് 40 വയസ്സുണ്ട്, പക്ഷേ ഞാനൊരു കുഞ്ഞായിരുന്നു. അതുകൊണ്ട് ഭഗവാൻ അതിന് ആ ആഗ്രഹം നമുക്ക് സാധിച്ചു തരുന്നുള്ളതാണ്. അതുകൊണ്ട് ഒരിക്കലും ഈ പിതാവായ ദൈവം പുത്രനെ കാണിക്കും. അതാണ് പുത്രനാവുക എന്ന് പറയുന്നത്. പിന്നെ എത്ര ദർശനങ്ങൾ. അതുപോലെ തന്നെ ഭയങ്കര ഒരു വൃത്തം.
നോക്കി ധ്യാനിച്ചിരുന്നപ്പോഴാണ് അത് ഒരുപാട് വായിച്ച് വായിച്ച് കരഞ്ഞിട്ട് വന്ന് അവിടെ സഹത്തിരുന്ന ധ്യാനിച്ചപ്പോൾ അത് ഭയങ്കരമായൊരു വൃത്തം. ആ വൃത്തത്തിൻ്റെ നടുക്ക് ഇതുപോലൊരു കൊച്ചു വൃത്തം. അപ്പോൾ ഇത് കൊച്ചല്ല, ഇത് ആ വലിയ വൃത്തത്തിൻ്റെ നടുക്ക് ഇതുപോലൊരു വൃത്തം. അപ്പോൾ ഇതിന് ചുറ്റും ഇങ്ങനെ സ്ഥലമുണ്ട്. അതെല്ലാം പച്ച, മഞ്ഞ, വെള്ള ഇങ്ങനെയുള്ള ഓരോ പൊടികളിട്ട് തൂറ്റി കാളം വെള്ള ഈ നമ്മൾ ഇങ്ങനെ കളം ഇട്ട് അച്ഛനിങ്ങനെയൊക്കെ എന്ത് ചെയ്യുമല്ലോ, അതുപോലെ അല്ല ഇത്. ഇന്ന കറുത്തതും പൊടിയും മഞ്ഞപ്പൊടി, പച്ചപ്പൊടി ഇതൊക്കെ ഇട്ട് ഓരോരോ കാളങ്ങളെ ചുറ്റിന് ഇത് ഈ നിറം ഇതിനേക്കാൾ നല്ല പ്രഭയോടെ അല്ല പൂമ്പൊടി പോലത്തെ മഞ്ഞൾ പൊടി പോലെ ഇങ്ങനെ വലിയ ഇതിനകത്ത് എന്തോ പറയാനാ, എൻ്റെ ഈ കയ്യേക്കാളും കനത്ത ജട താടി ഇതല്ല. അന്നേരം തൃക്കണ്ണുമുണ്ട്, കണ്ണുമുണ്ട്. പക്ഷേ തീ കൊണ്ടൊന്നുമല്ല, ഇവിടെ മാത്രം കത്തുന്ന കണ്ണ്. ഈ മറ്റ് കണ്ണൊക്കെ ശോഭയേറിയ കണ്ണ്. ഈ കയ്യേക്കാളും താടി ജട. ഇവിടുത്തെ ജട പറയണ്ട. ആ ഒരു മുഖം ഈ വൃത്തത്തിനകത്ത് ഈ മുഖം മാത്രമേ ഉള്ളൂ, ദേഹമൊന്നുമില്ല. അതെന്താ കണ്ടത്? അത് ധ്യാനിച്ചുകൊണ്ടിരിക്കുമ്പോൾ കണ്ടതാ. മറ്റത് പ്രത്യക്ഷമായി കണ്ടതാ. ഇങ്ങനെ എന്തൊക്കെയാ കാണുന്നത്. പിന്നെ കിടന്ന് ഉരുളുന്ന സമയം അത് ഉറക്കത്തിൽ അത് അങ്ങനെ. എന്നിട്ട് എന്നെ പിടിച്ച് ചന്ദ്രകാഴപ്പിടി ഇരിക്കുന്നു, തലയ്ക്ക് കൈവച്ച് അനുഗ്രഹിക്കുന്നു. അത് ജുബ്ബ പോലെയൊക്കെ എന്തൊക്കെ കോട്ടൊക്കെ ഇട്ട ഒരു വെള്ള വസ്ത്രം. മറ്റതൊന്നും വസ്ത്രങ്ങളില്ല, മുഖമേ കാണത്തുള്ളൂ. ആദ്യം പ്രത്യക്ഷമായി കണ്ടതും മുഖമേ, കാരണം ബാക്കി നമുക്ക് കാണാൻ പറ്റില്ല. ഈ പ്രകാശം കൊണ്ട് നമുക്ക് കണ്ണ് മഞ്ചുന്നതുകൊണ്ട് അതിൽ തന്നെ നോക്കി നിന്ന്, പക്ഷേ താഴോട്ട് നോക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് എന്താ വസ്ത്രം ഉണ്ടോയെന്നോ ഒന്നും നമുക്ക് അറിയാൻ പറ്റുന്നില്ല. അത് കണ്ണ് നമുക്ക് ഇരുളായിട്ട് തോന്നും. താഴോട്ട് നമ്മൾ നോക്കിയിട്ടുണ്ടേ കാണാൻ. ഇങ്ങനെ എന്തൊക്കെയാ കണ്ടിട്ടുള്ളത്. അപ്പം നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ ഹൃദയശുദ്ധി പോലെ ഇരിക്കുകയല്ല. അത് നമ്മൾ മനസ്സിലാക്കാൻ ഞാൻ എൻ്റെ അനുഭവം കൊണ്ട് പറഞ്ഞു തരുന്നതാണ്. അപ്പോൾ നമ്മളിതെല്ലാം ചെല്ലിയല്ലേ, അപ്പോൾ നമ്മൾ അവസാനം ശൂന്യാവസ്ഥയിൽ എത്തുന്നുള്ളതാണ് ഇത് പറയുന്നത്. അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും വളരണം. അതുകൊണ്ട് ചില നിർത്താൻ ഒത്തിരി സംസാരിച്ചുകൊണ്ട് സമയം അങ്ങ് പോയി. നമ്മൾ കണ്ണനോട് പ്രാർത്ഥിക്കണം. നമുക്ക് എന്താ പറയുക, എല്ലാവരും ഇങ്ങനെ മനസ്സുകൊണ്ട് ഞാനൊന്നും എനിക്ക് അങ്ങനെ ആകണമെന്ന് തീരുമാനിച്ചായതല്ല, അത് സംഭവിച്ചതാണ്. അങ്ങനെ ഇപ്പോഴാണ് ഇതൊക്കെ ഇങ്ങനെ അയ്യോ ഇങ്ങനെയൊക്കെ ഉണ്ടല്ലോ, അത് ഇനിയിപ്പോൾ എനിക്ക് ഇങ്ങനെയൊക്കെ അങ്ങ് പോകണം, അതിൻ്റെ മക്കളെല്ലാം ഇങ്ങനെ വളരണം എന്നുള്ള ചിന്തയിലുള്ളത്. വളരണം കണ്ണാ, എനിക്കു വളരണം കണ്ണാ, വളർന്നു 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 നല്ലൊരു വൻമരമാകണം, ഒരു പൊന്മരമാകണം, ഒരു നന്മരമാകണം. വളരണം കണ്ണാ, എനിക്കു വളരണം കണ്ണാ, വളർന്നു 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 നല്ലൊരു വൻമരമാകണം, ഒരു പൊന്മരമാകണം, ഒരു നന്മരമാകണം. എന്താ നന്മരവും പൊന്മരവും? നല്ലൊരു വൻമരം എന്താ? പരമാത്മാവായ ഈശ്വരൻ ലോകപിതാവ് വലിയ മരമാണ്. ഈ സർവർക്കും ആനുകൂല്യം, സർവർക്കും വേണ്ടുന്ന എല്ലാം അതിൽ നിന്നുണ്ടാവണമെങ്കിൽ എത്രമാത്രം വലുതായിരിക്കും. അപ്പം നമ്മൾ എന്താ വലുതെന്ന് പറയുന്നത്? നമുക്ക് ആശ്വാസം. കാരണം നമുക്കിപ്പോൾ ഒരു നോട്ടം കൊണ്ടോ എന്തെങ്കിലും ഒരു പക്ഷിമൃഗാദികൾക്കോ എന്തെങ്കിലും നന്മകൾ ചെയ്യാനുള്ളൊരു വളർച്ച. ഈശ്വരനോടോളം വളരാനൊക്കത്തില്ല. ഈശ്വരൻ ലോകപിതാവ് വലിയ വൻ വൃക്ഷമാണ്. അതിൽ നിന്നാണ് നമ്മളെല്ലാവരും, ആ തണലില്ലാതെ നമ്മളെല്ലാവരും. അപ്പോൾ എത്രത്തോളം വലുതാണെന്ന് ചിന്തിക്കണം. അപ്പം നമുക്കും കുറച്ചായിട്ടൊന്ന് വളർന്നൊരു എന്ന് വെച്ചാൽ എന്തെങ്കിലും നമുക്കൊരു ഇപ്പം ഇങ്ങനെ തന്നെ ഒരു കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു, അതും വളർന്ന് വളർന്ന് വരും നല്ലതല്ലേ? എല്ലാം വളരണം. എന്താ വെച്ചാൽ എന്താ നന്മ ആണല്ലോ. അപ്പം നന്മ കൊണ്ട് നിറയ്ക്കുന്നൊരു വളർച്ച. അത് എന്താ പൊന്മരം. നമ്മളെ അങ്ങനെ ഒരാളാകുമ്പോൾ എല്ലാവരും പറയും അതൊരു നല്ലൊരു കുട്ടിയാ, അല്ലെങ്കിൽ ഒരു സ്ത്രീയാ, അല്ലെങ്കിൽ ഒരു പുരുഷനാ. എല്ലാവർക്കും സഹായങ്ങൾ ഒരു വാക്ക് പറയുമ്പോൾ തന്നെ നമുക്ക് എന്തൊരു ഇഷ്ടമാണ്. ഇത് ആ ഒരു നോട്ടം അല്ലെങ്കിൽ ഒരു പുഞ്ചിരി, അപ്പോൾ അതൊരു ആകർഷണമല്ലേ. അപ്പോൾ അതാണ് പൊന്മരം. അപ്പോൾ അതൊരു നന്മ നിറയ്ക്കുന്നൊരു മരമല്ലേ. അപ്പം എല്ലാവർക്കും തണലേകുന്ന എന്താണ്? ഒരു നേരത്തെ ആഹാരമോ പല ജീവജാലങ്ങൾക്കോ അങ്ങനെ നമ്മൾ എത്രത്തോളം വളരാം, അത് നല്ലതല്ലേ. അതുകൊണ്ടാണ് വളരണം കണ്ണാ, എനിക്കു വളരണം കണ്ണാ, വളർന്നു 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 നല്ലൊരു വൻമരമാകണം, ഒരു പൊന്മരമാകണം, ഒരു നന്മരമാകണം. താപത്താൽ വലയുവോർക്ക് തണൽ മരമാകണം. താപം ചൂട്. എന്താ? ഈ വെയിലിൻ്റെ ചൂടല്ല മക്കളെ, അത്രത്തോളം ദുരിതങ്ങൾ, അത്ര ദുഃഖമാണ്. താപം വെച്ചാൽ ഉഷ്ണം വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്താ? നമുക്ക് ദുരിതങ്ങളാണ്. അങ്ങനെ ആർക്കെങ്കിലും നമുക്ക് ഇങ്ങനെ എനിക്ക് വയ്യ അമ്മയെന്നോ അല്ലെങ്കിൽ എനിക്ക് വിഷമാണെന്നൊക്കെ നമ്മളോട് ഒരാളൊന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ചേച്ചി ഇങ്ങനെ എന്ന് പറയുന്നത് നമുക്ക് ഒരാശ്വാസം പറഞ്ഞു കൊടുക്കുക. ഒരു തണൽ. അപ്പം നമ്മളാകുന്ന ഇത് വൃക്ഷം
ഞാനാകുന്ന വൃക്ഷം അല്ലെങ്കിൽ മറ്റൊരാളാകുന്ന വൃക്ഷത്തിൽ നിന്ന് ഒരു തണലാകുന്ന ഒരു ആശ്വാസ വാക്ക്, അല്ലെങ്കിൽ അതിന് പ്രതിഫലം എന്തെങ്കിലും ധനം കൊണ്ടോ എന്തെങ്കിലും ദാനധർമ്മങ്ങളോ ഇതൊക്കെ ചെയ്യുമ്പോൾ ആ താപം ദുഃഖിക്കുന്നവർക്ക് ഒരു ആശ്വാസമല്ലേ. അതുകൊണ്ട് താപത്താൽ വലയുവോർക്ക് തണൽ മരമാകണം, ക്ഷുത്തിനാൽ വലയുവോർക്ക് ഫലപ്രദമാകണം. ക്ഷുത്ത് വിശപ്പ്, അപ്പം വിശക്കെന്ന് വെച്ചാൽ അവർക്കും നമ്മളെ കൊണ്ട് വെക്കുന്നതിൽ ഫലപ്രദമാകണം. എന്നുവെച്ചാൽ ഒരു വൃക്ഷത്തിൽ നിന്ന് എന്തൊക്കെയാ കായും കനിയൊക്കെ കിട്ടും. അത് നമ്മളിൽ നിന്ന് എന്തെങ്കിലും ഒരു സഹായം അതൊക്കെ ചെയ്യുന്നതൊക്കെ ആണല്ലോ ആശ്വാസം വിശപ്പിനായാലും. കായ്കളും കനികളും നൽകണം കണ്ണാ, ആത്മാവിലാനന്ദം നിറയ്ക്കണം കണ്ണാ. അപ്പം ക്ഷുത്തിനാൽ വിശക്കുന്നവർക്ക് എന്ത് വേണം? ഫലപ്രദമാകുന്ന എങ്ങനെയാ? കായ്കളും കനികളും. അവർക്ക് എന്താണ് ആവശ്യങ്ങൾ, നമ്മളെ കൊണ്ട് വെക്കുന്ന എന്താണ്, അത് വളർന്നെങ്കിലല്ലേ നമുക്ക് തോനെയും കൊടുക്കാൻ പറ്റും. ഇപ്പോൾ ഉള്ളത് നമുക്ക് എന്ത് കൊടുക്കാനുണ്ട്? എന്തെങ്കിലുമൊക്കെ അല്പമല്ലേ ഉള്ളു. അത് വളർന്ന് വലുതാകുമ്പോൾ എന്തെങ്കിലും എല്ലാവർക്കും എല്ലാം കൊടുക്കാൻ നമ്മളേക്ക് ഈശ്വരൻ തന്നുകൊണ്ടിരിക്കണം, നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കണം. അപ്പോൾ അവൾ വളരുന്ന അങ്ങനെയാണ്. അതുകൊണ്ട് കായ്കളും കനികളും നൽകണം കണ്ണാ, ആത്മാവിലാനന്ദം നിറയ്ക്കണം കണ്ണാ. നമ്മൾ ആത്മാവിൽ ആനന്ദം നിറയ്ക്കുന്നത് എങ്ങനെയാണ്? അങ്ങനെയും നിറയാം. നമ്മളൊരു ജീവജാലങ്ങൾക്കോ അല്ലെങ്കിൽ വിശന്നിരിക്കുന്ന ഒരാൾക്ക് ഇപ്പോൾ ഇവിടുന്ന് ആരും വരുന്നത്. മുമ്പ് ഇഷ്ടം പോലെ ആൾക്കാരായിരുന്നു, എന്ത് വന്നാലും ആഹാരം ഇല്ലാതെ അന്നിവിടെ അത്രത്തോളം വെക്കുകയും ചെയ്യും. കാരണം നിലംകൃഷി കൊണ്ട് കണക്കും കൈയൊന്നും ഒട്ടല്ല ഇവിടെ വെക്കുന്നത്. 3-4 കൂട്ടം കറികളെല്ലാം വെക്കുന്നൊരു കാലം ഉണ്ടായിരുന്നു. അന്നൊക്കെ ആരെങ്കിലുമൊക്കെ വരികയും ചെയ്യുമായിരുന്നു. അപ്പോൾ ഇപ്പോൾ ആരും അങ്ങനെ ഉള്ള ഇല്ല. പിന്നെ നമ്മൾ മൃഗങ്ങൾക്കൊക്കെ ഉള്ളു. അപ്പോൾ ആത്മാവിൽ ആനന്ദം പകരാം. ഒരാൾക്ക് ഒരു ആഹാരം കൊടുക്കുമ്പോൾ ഒരു ദാഹിച്ച വെള്ളം അല്ലെങ്കിൽ ഒരു നേരത്തെ ആഹാരം നമ്മൾ അതിൽ കൂടെ എന്ത് ആനന്ദം അനുഭവിക്കുന്നറിയുമോ? അപ്പോൾ എന്താ അത് നാം തന്നെയാണ് കഴിക്കുന്നത്. നമുക്കതൊരു നിറവാണ്. അത് അവർ കൊടുക്കുന്ന നമ്മുടെ ഹൃദയം നിറഞ്ഞു പൊട്ടുന്നത് എന്തോ വികസിച്ച് വരുന്നൊക്കെ ആനന്ദം. അപ്പോൾ ഒരു ആനന്ദ നിറതി എന്തിൽ കൂടെ വരും? നമ്മളെ ധ്യാനിക്കുമ്പോൾ മാത്രമല്ല കൃപ ആനന്ദം, നമ്മൾ എല്ലാത്തിലും ഒരു ജീവന് സഹായിക്കുമ്പോഴും എന്ത് ചെയ്യുമ്പോഴും അവിടെ ആനന്ദം ഉണ്ടാകും. എങ്ങനെ ഉണ്ടാകുന്നതാ? ഇത് നമ്മുടെ ഉള്ളത്തിൽ പരമാത്മാവിൽ നിന്ന് അത് ഉണ്ടാകുമ്പോൾ. അതിനാണ് ധ്യാനിച്ച് ചില തലയോട്ടിയൊക്കെ ഉടയുന്ന എങ്ങനെ വന്നതാ. അത് കുണ്ടലിനി ശക്തി, എന്താ പറയുക, ആ കുണ്ടലിനി ശക്തി ഇങ്ങനെ പ്രവർത്തിച്ച് അത് മുകളിലോട്ട് പോയതിൻ്റെ അടയാളമാണെന്നാണ് തോന്നുന്ന ഇത്. അതിനുശേഷമാണ് ഇത്രയും ആനന്ദം ഉണ്ടായത്. അപ്പോൾ ആ കുണ്ടലിനി ശക്തി ഉണരുക, അത് അങ്ങനെ എല്ലാവർക്കും കിട്ടാൻ എന്താണെന്ന് എനിക്ക് അറിയില്ല. എല്ലാവർക്കും അങ്ങനെ ആവണമെന്നില്ല. ധ്യാനിച്ച് പറയാൻ എല്ലാവർക്കും വരത്തില്ല. നമ്മൾ കർമ്മഫലം പോലെ ആയിരിക്കുന്നത്. ഇപ്പം ആഗ്രഹിച്ച അടുത്ത ജന്മമൊക്കെ കഴിഞ്ഞ ജന്മം ഞാൻ ആഗ്രഹിച്ചതായിരിക്കും ഇന്ന് ഇപ്പോൾ പെട്ടെന്ന് ഞാൻ പോലും അറിയാതെ അങ്ങനെ വന്നത്. അപ്പം ഞാനൊന്നും ചിന്തിച്ചിട്ടൊന്നും എനിക്ക് അറിഞ്ഞൂടല്ലോ, ആരും പറഞ്ഞു തരാനും ഇല്ലല്ലോ. അതുകൊണ്ട് വന്ന് സംഭവിച്ചതാ. അതുകൊണ്ട് നമുക്ക് ആത്മാവിൽ ആനന്ദം നിറയ്ക്കുന്ന എന്തും ഒരാൾക്ക് ആവശ്യങ്ങൾ നമ്മൾ നിറവേറ്റി കൊടുക്കുമ്പോൾ അതും ഒരു നിർവൃതിയാണ്, ഒരു ആനന്ദമാണ്, ഒരു എന്താ പറയുക, പറഞ്ഞറിയിക്കാൻ പറ്റുന്ന ഒരു ആനന്ദമാണ്. അതെങ്ങനെ സംഭവിക്കുന്നത്? സർവ്വത്തിലൊരു വാക്ക് പറയുമ്പോഴും ആനന്ദമുണ്ട്. ഇതിപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞു തരുമ്പോഴേ ഞാൻ നിർവൃതി കൊള്ളുന്നു വാക്കുകൊണ്ട് ഇതൊക്കെ പറഞ്ഞു കൊടുക്കുന്നു ആനന്ദ നിർവൃതിയില്ല. അപ്പോൾ എന്താ? ആ ഈശ്വരൻ്റെ കൃപ നമ്മൾ എപ്പോഴും ഉണ്ട്. 24 മണിക്കൂറുണ്ട്, ഉറക്കത്തിലും ഉണ്ട്, ഉണരുമ്പോൾ നമുക്കുണ്ട്, എപ്പോഴും ഉണ്ട്. അത് നമ്മൾ ആയി എടുക്കണം. അപ്പം വളരണം കണ്ണാ, എനിക്ക് വളരണം കണ്ണാ, വളർന്ന് വളർന്ന് വളർന്നു നല്ലൊരു വൻമരമാകണം, ഒരു പൊന്മരമാകണം, ഒരു നന്മരമാകണം. എല്ലാവരും അങ്ങനെ ആകണം മക്കളെ. എന്തൊരു ആനന്ദം എന്നറിയാമോ? ഒരു സന്തോഷം, അതിൻ്റെ ഒരു പ്രത്യേക അനുഭൂതിയാണ്. ഇപ്പം ഇതൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഞാൻ അനുഭവിക്കുന്നതിന് നിർവൃതിക്ക് ആർക്കും അത് പറഞ്ഞുതരാൻ മനസ്സിലാക്കാൻ അവരൊരായി തീരുമ്പോൾ ആ അമ്മ പറഞ്ഞു ദൈവമേ എന്തൊരു ആനന്ദമെന്ന് വന്ന് അനുഭവിച്ചെങ്കിൽ അത് അറിയാനൊക്കെ. എനിക്കിതാരും പറഞ്ഞതൊന്നുമല്ല. എൻ്റെ കുട്ടിനാളിൽ ഇങ്ങനെ ഒരു അച്ഛനൊക്കെ ഇങ്ങനെയൊക്കെ അനുഭവം വരുന്നു നമുക്ക് പറഞ്ഞുതരാം. ഒന്നും ആവാത്ത പറഞ്ഞെന്നാൽ ഒന്നും മനസ്സിലാക്കാനുള്ള കഴിവ് പോലിക്കുന്നില്ല. അതിനെ എന്നെ അടിക്കുന്ന അത്രയും കാണാപ്പാടം പഠിക്കാത്തതിനൊക്കെ ഇങ്ങനെയൊക്കെ. അന്നേരം അമ്മ പറഞ്ഞ സ്വാമി അവളെ ഇങ്ങനെ ഇടുന്ന് അടിക്കുക, അവൾ തയ്യലെങ്ങനെ പഠിക്കാൻ പോട്ടെ, സ്വാമി ഇങ്ങനെ അടിച്ച് പഠിപ്പിക്കണ്ട, അച്ഛന് പോകേണ്ട സമയം വരുമ്പോൾ എന്നെ അങ്ങ് മെഴുകി ഇറക്കണം ഞാനിതെല്ലാം. അതുകൊണ്ട് എൻ്റെ ഉള്ളത്തിരുന്ന് അച്ഛൻ അന്നോട്ടേ പ്രവർത്തിക്കുന്നുണ്ടെന്ന് എനിക്ക് നല്ലതായിട്ട് അറിയാം എൻ്റെ അച്ഛൻ. അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനെയൊന്നും കിട്ടത്തില്ലെന്ന് എനിക്ക് നല്ല, കാരണം ഞാൻ പഠിക്കാണ്ട് എന്തൊക്കെയോ പറഞ്ഞു തരുന്നു. ഞാനൊന്നും അല്ല എൻ്റെ മക്കളെ, എൻ്റെ അച്ഛനാ. അച്ഛൻ എന്ന് പറഞ്ഞാൽ പരമാത്മാവായിട്ട് മുഴുകിയിരിക്കുന്ന ഒരാളല്ലേ. അതുകൊണ്ടാണ് അച്ഛൻ പറയും മക്കളെ, എന്താ പറയുക, സിദ്ധിയൊക്കെ എടുക്കാം മക്കളെ, പക്ഷേ അതിന് മുക്തിയില്ല. സിദ്ധിക്ക് മുക്തിയില്ല. അച്ഛന് മുക്തനാവണം എന്നുള്ളതാണ് ആഗ്രഹം. സിദ്ധി വെച്ചാൽ ആൾക്കാരെ കൂട്ടണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ. അപ്പോൾ ഗുരുദേവൻ എന്തുമാത്രം അത്ഭുതങ്ങൾ കാണിച്ച്, പക്ഷേ അത്ഭുതങ്ങൾ കാണിക്കുന്നവർക്ക് പറയുമ്പം സമാധിയാവാൻ പറ്റില്ല. എന്ന് കരുതി ആ പ്രവൃത്തി വന്ന ആളിന് അത് തന്നെയാണ്. ഇനി
എത്ര ഇനി ചിലർ പറയാം അങ്ങനെ സമയത്തിന് പറയാൻ മരിച്ചില്ലല്ലോ അങ്ങനെ, പക്ഷേ ഒരിക്കലും അങ്ങനല്ല. ശരീരത്തിന് വയ്യായ്ക വരുന്നത് എന്താ, ജനങ്ങൾക്ക് വേണ്ടി സേവിച്ചു ആ ഗുരുദേവൻ. കൃഷ്ണനും എല്ലാവരും, രാമനും. കാരണം നമുക്ക് വേണ്ടി അവരുടെ ജീവൻ ബലി കഴിച്ചു യേശു കർത്താവ്. അപ്പോൾ അവർക്ക് അവരുടെ ജീവൻ പറഞ്ഞ സമയത്ത് പോയില്ല. കൃഷ്ണനെ അമ്പായിൽ പോയി, ശ്രീരാമനും ജനസമാധി, യേശു കർത്താവ് ജനങ്ങൾക്ക് വേണ്ടി ജീവിച്ചു. എങ്ങനെ വല്ലവരും കുരിശി തറച്ചു, അതുപോലെ ഗുരുദേവനും നമുക്ക് വേണ്ടി പ്രയത്നിച്ചു. എന്താ ഇപ്പം ഞാനും ഇപ്പം എന്നെക്കൊണ്ട് ഒരു വാക്ക് പറയുന്നെങ്കിൽ ഞാൻ എന്നെ നോക്കുന്നില്ല, ഞാൻ നിങ്ങൾക്ക് വേണ്ടി മാത്രം. അതാണ്. അപ്പോൾ അങ്ങനെ ചിലർക്ക് ഇങ്ങനെ ആക്കളെ. എനിക്ക് മോശം കിട്ടണമെന്നുള്ള ആഗ്രഹം എനിക്കില്ല. എനിക്ക് മറ്റുള്ളവർക്കൊക്കെ കൊടുക്കണമെന്നുള്ള ആഗ്രഹമേ ഉള്ളൂ. എല്ലാവരും നന്നാണെന്ന് ചിന്ത അങ്ങനെ എല്ലാവർക്കും വരത്തില്ല. എനിക്ക് മുക്തനാവണമെന്ന് യാതൊരു കൊതിയില്ല, എനിക്കിഷ്ടമേ ഇല്ല, ഒന്നും എനിക്ക് വേണ്ട. ഇനിയൊരു ജന്മം എടുക്കണോ ഇത് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി തയ്യാറ്. അത് അങ്ങനെയാണ്. ഈശ്വരൻ എന്താ ഇഷ്ടം, ചിലപ്പോൾ അങ്ങനെ വേണ്ടി വന്നേക്കും. കാരണം എനിക്ക് കൊടുത്തത് മുഴുക്കുന്നില്ല, നിങ്ങൾക്ക് തരുന്നത് എനിക്ക് മുഴുക്കുന്നില്ല. എപ്പോഴൊന്ന് മുഴുക്കൊക്കെ എനിക്ക് ഓക്കെ, പിന്നെ ഞാൻ മുക്തനാണ്. പക്ഷേ എനിക്ക് തോന്നുന്നില്ല ഇതിനകത്ത് എനിക്ക് മതിയാവുന്നില്ല, എത്ര തന്നിട്ടും മതിയാവുന്നില്ല. എനിക്കൊന്നും വേണ്ട, കൊടുക്കണം, എനിക്കെല്ലാം കൊടുക്കണം. അത് മരിക്കുന്നതിന് മുമ്പ് മതിയാക്കും ദൈവം ചിലപ്പോൾ. എല്ലാ ഈശ്വരനും ഇപ്പം ഞാനിങ്ങനെ പറഞ്ഞ അസാധ്യം എന്താ ഭഗവാനുള്ളത്. അതുകൊണ്ട് എല്ലാവരും ഇത് മനസ്സിലാക്കണം. അപ്പോൾ എന്താണ്, നമ്മൾ ജനങ്ങൾക്ക് വേണ്ടി ജീവിച്ചാൽ നമ്മളെ ശരീരത്തെ നമ്മൾ നോക്കുന്നില്ല, നമ്മുടെ മുക്തിയെ നമ്മൾ നോക്കുന്നില്ല. ഗുരുദേവനും കൃഷ്ണനും പിന്നെ ശ്രീരാമനും യേശു കർത്താവൊക്കെ അങ്ങനെയായിരുന്നു വന്നത്. അതുകൊണ്ടാണ് അങ്ങനെ വന്നിട്ടുള്ളവർക്കെല്ലാം അങ്ങനെയാണ്. അവർക്ക് മരണം വളരെ കഷ്ടപ്പാടാണ്. അത് ചില ദുഷ്ടന്മാർക്ക് അറിഞ്ഞൂടാ. അതിന് സമാധി ആയില്ലല്ലേ, അങ്ങനെയാണ് ഇങ്ങനെ. പക്ഷേ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. എന്താണ് ആയി തീർന്നത് അതാണ്. നമ്മൾ സമാധി എന്നും സമാധിയാണ്. ആ ആളുടെ പിന്നെ ശരീരത്തിന് എന്തൊരു സമാധിയാണ്. എന്നും നമ്മളിൽ നിന്ന് ലയിച്ച് ആനന്ദത്തിൽ അനുഭവിച്ച് ശൂന്യാവസ്ഥയാവുന്നതാണ്. അതാണ്. പിന്നെ ഒരു എന്താ പറയുക, ഇവിടെ ഭൂമി അങ്ങ് പോകുന്ന സമയം അത് ശരീരത്തിന് ക്ഷീണം ഉണ്ടെങ്കിൽ അങ്ങനെ ലയിക്കാൻ ഒക്കാത്തൊരു അയ്യോ എനിക്ക് വയ്യ എന്നുള്ള രീതിയിൽ നമ്മൾ ആയിപ്പോയാൽ, ശരീരത്തിന് ക്ലേശമായിപ്പോയാൽ എന്ത് ചെയ്യും? അങ്ങനെ എനിക്ക് അറിയത്തില്ല, അത് പറയുന്നതാണ്. അതുകൊണ്ട് എനിക്ക് വിഷമമുണ്ട്. അത് എന്താ കാരണം, എൻ്റെ അച്ഛൻ പറഞ്ഞേക്ക് അറിയാം. അച്ഛൻ ഒരുപാട് സിദ്ധി കാണിക്കാമായിരുന്നു, ഒന്നും കാണിക്കാത്തത്. അച്ഛൻ ഇതാ പറയുന്നത്, സിദ്ധിക്ക് മുക്തിയില്ല എന്ന് പറയും, മോക്ഷമില്ല എന്ന്. അതാ സംഭവം. ചിലപ്പോൾ ശരിയായിരിക്കാം. അതുകൊണ്ട് ചിലപ്പം ഗുരുദേവൻ മോക്ഷം പ്രാപിച്ച് കാണത്തില്ലായിരിക്കാം. വീണ്ടും വീണ്ടും ഇതിനു വേണ്ടി ഇനിയും വരണമായിരിക്കാം. അതുകൊണ്ട് എനിക്ക് പറയാൻ ഞാൻ ആളല്ല, ഞാൻ പോയിട്ടില്ല, അവിടെ എനിക്ക് അറിയത്തില്ല. പക്ഷെ ആരും അറിയാത്തത് പറഞ്ഞുകൂടാ. ചിലർ പറയും അങ്ങനെ ഇങ്ങനെയാന്നൊക്കെ, ചിലർ പറയും ഗുരുദേവനെ അങ്ങനെ ചെയ്ത് ഇങ്ങനെ ചെയ്ത് അങ്ങനെ പോയി ഇങ്ങനെ പോയി. പക്ഷെ നമുക്കറിയാത്തതിനെ പറഞ്ഞുകൂടാ, പാപമല്ലേ. എനിക്കങ്ങനെ പറയാം, എനിക്ക് സങ്കടമേ ഉള്ളൂ. എനിക്കിങ്ങനെയുള്ള ഗുരുക്കന്മാരെ ഒന്നും ആരും പറയുന്നത് എന്നെ പറയാൻ ഞാൻ പിന്നെ സഹിക്കും. എനിക്ക് ഗുരുദേവനെയോ കൃഷ്ണനെയോ ശ്രീരാമനെയോ യേശുവിനെയോ ആരെയും അങ്ങനെയുള്ള മഹാത്മാക്കളെ ഒന്നും, അവതാര പുരുഷന്മാരെ ഒന്നും മറ്റുള്ളവർ പറയുമ്പം എൻ്റെ ഹൃദയമാണ് പൊടിയുന്നത്. എനിക്കത് ഭയങ്കര വിഷമമാണ്. എൻ്റെയാ അവർ, ഞാനാ അവർ. അതുകൊണ്ടാണ് എൻ്റെ ഹൃദയം പൊടിയുന്നത്. എന്നിലുണ്ട് അവരല്ല, അതുകൊണ്ട് എൻ്റെ ഹൃദയം പൊടിയും. ഞാനായവൻ ഞാൻ തന്നെയാണ്, അതുകൊണ്ട് ആ വേദന എനിക്കുണ്ടാകുന്നത്. എല്ലാവർക്കും നമസ്കാരം. ഹരി ഓം, ഹരി ഓം, ഹരി ഓം.